സാറ് ഞാനൊരു 3 ദിവസം മുമ്പ് മാനിഫെസ്റ്റ് ചെയ്തിട്ട് സാറ് കഴിഞ്ഞ ദിവസം പറഞ്ഞില്ലേ നമ്മൾ ഏറ്റവും കൂടുതൽ ആഗ്രഹിക്കുന്ന കാര്യങ്ങളെല്ലാം എഴുതി വെക്കണം എന്ന്. അപ്പൊ ഞാൻ അന്ന് എഴുതി വെച്ച ഒരു ആഗ്രഹമായിരുന്നു എനിക്കൊരു കരിമണി മാല വേണമെന്ന്. പിന്നെ എന്റെ ഹസ്ബൻഡ് പൈസ അടിച്ചു തന്നു, ഞാൻ വാങ്ങിച്ചു. അല്ല, ഇനിയിപ്പോ ഒരു കാര്യമാണ്, നിങ്ങൾ കുറച്ച് സൂക്ഷിച്ചോ. ഇത് എന്തൊക്കെയാണ് നിങ്ങൾ ആഗ്രഹിക്കുന്നത് ആർക്കറിയാൻ പറ്റും. കരിമണി മാലയൊക്കെ വാങ്ങിച്ചിട്ട് എത്ര പെട്ടെന്ന്. വെരി ഗുഡ്, വെരി കൺഗ്രാജുലേഷൻ, വെരി ഗുഡ്. എല്ലാ സഹോദരിമാരും ഇതൊരു പ്രചോദനമായിട്ട് എടുക്കുക. ഇന്ന് തന്നെ ഒരു കരിമണി മാലയ്ക്ക് മാനിഫെസ്റ്റ് ചെയ്യൂ. എത്ര പേർക്ക് കിട്ടും നോക്കാം. സാറേ ഒരു സംശയം ചോദിച്ചോട്ടെ. ഒരു പറഞ്ഞു. ഓക്കെ, താങ്ക് യു ശില്പ, താങ്ക് യു. വണ്ടർഫുൾ എക്സ്പീരിയൻസ്. ഈ സ്വപ്നം കാണുന്നെന്ന് പറയത്തില്ല, അപ്പൊ അത് എഴുതി വെക്കണമെന്ന് പറയുന്നത് ഡെയിലി ബുക്കിൽ എഴുതണോ അതോ വൺ ടൈം ആണോ, എങ്ങനെയാണ് അതിന്റെ? നിങ്ങൾക്ക് ഏതാണ് നിങ്ങളെ പ്രചോദിപ്പിക്കുന്നത്? ഡെയിലി എഴുതുന്നതാണോ വൺ ടൈം എഴുതുന്നതാണോ? ഡെയിലി എഴുതുമ്പോഴാണ്. യെസ്, then that's correct way. അതാണ് കറക്റ്റ് വേ. നിങ്ങളെ പ്രചോദിപ്പിക്കുന്നത് എന്താണോ അതാണ് നിങ്ങൾ ചെയ്യേണ്ടത്. അല്ലേ? ആൻസർ ആയല്ലോ. ഞാൻ ആൻസർ പറഞ്ഞല്ലോ, നിങ്ങൾ തന്നെ ആൻസർ പറഞ്ഞല്ലോ. അവിടെയാണ് യഥാർത്ഥത്തിൽ ഇരിക്കുന്നത്. നമ്മൾ ചോദ്യം ഉണ്ടാക്കിയാൽ മതി മാം, ഉത്തരം നമ്മളിൽ തന്നെ ഉണ്ടാകും. അതിനുള്ള ഒരു ത്രെട്ട് മാത്രമേ ഞാൻ ചെയ്യേണ്ടതുള്ളൂ. ഒന്ന് ഫൈൻ ട്യൂൺ ചെയ്ത് തന്നാൽ മതി. ഉത്തരം നിങ്ങളിൽ തന്നെ ഉണ്ട് യഥാർത്ഥത്തിൽ, അല്ലേ? ഞാൻ യഥാർത്ഥം ചെയ്യുന്നത് ഇത്രയേ ഉള്ളൂ. നിങ്ങൾ എല്ലാവരും നിങ്ങളെ ചോദ്യം ചോദിക്കാൻ പ്രേരിപ്പിക്കുക. ആ ചോദ്യത്തിനൊന്ന് തിരിച്ചങ്ങോട്ട് തൊട്ടാൽ ഉത്തരം നിങ്ങളിൽ തന്നെ ഉണ്ടാവും. ഞാൻ തരേണ്ടതില്ല. ഇതാണ് യഥാർത്ഥ ഗുരു ശിഷ്യ സംവാദം എന്നാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത്. അതായിരിക്കണം. അല്ലെങ്കിൽ നിങ്ങൾ ചോദിച്ച ചോദ്യത്തിന് ഞാൻ ഉത്തരം മാത്രം നേരെ പറഞ്ഞാൽ നിങ്ങൾ ആ കേട്ട സാധനത്തെ വെക്കുകയുള്ളൂ, നിങ്ങളുടേതായി മാറില്ലത്. അല്ലേ? ഓക്കെ, അപ്പൊ താങ്ക് യു. പരിപാടിയുണ്ട്, കുറേ പരിപാടി ബാക്കിയുണ്ട്. ഒന്നാം തീയതി ക്ലാസ്സിലെ സാറ് ടാസ്ക് തന്നിരുന്നത്, അത് എനിക്കിവിടെ നെറ്റിന്റെ ഒരു പ്രശ്നം കൊണ്ട് കറക്റ്റ് മനസ്സിലായില്ല. അതില് പറഞ്ഞ എന്താണ് അവന്റെ കഴിവുകേടോ അങ്ങനെ എന്താണെന്ന് ആവശ്യം സാർ ഒന്ന് പറഞ്ഞുതരോ? അല്ല, അത് പോയിട്ട് യൂട്യൂബ് വീഡിയോ ഉണ്ടല്ലോ, കണ്ടേക്ക്. അതിൽ കണ്ടാ മതി അല്ലേ? താങ്ക് യു സാർ. കണ്ടിട്ട് ഒരു ടാസ്ക് കൂടി തരാം. വെറുതെ കണ്ട പോരാ, കണ്ടിട്ട് ആ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, താഴെ കമന്റ് എഴുതുക. അപ്പൊ ഞാൻ നോക്കാം നിങ്ങൾ ഇത് കണ്ടിട്ടുണ്ടോ ഇല്ലയോ. പോരെ? ഞാൻ ഓൾറെഡി സബ്സ്ക്രൈബ് ചെയ്തിട്ടുണ്ട്. ഓക്കെ, ഒന്നുകൂടി കണ്ടേക്കാം വീഡിയോ. ലോ ഓഫ് അട്രാക്ഷൻ ക്ലാസ്സിൽ വരുന്നുണ്ടല്ലോ, അവിടെ പഠിപ്പിക്കാം. അതാണ് ലോ ഓഫ് അട്രാക്ഷൻ ഫണ്ടമെന്റൽ നിയമം, അത് പഠിപ്പിക്കും. ആസ്ക് ബിലീവ് റിസീവ്. ലോ ഓഫ് അട്രാക്ഷനിലെ നിങ്ങൾ ഇപ്പൊ ക്ലാസ് ജോയിൻ ചെയ്തത്. അത് ക്ലാസിന്റെ ഫണ്ടമെന്റൽ നിയമമാണ്. ആസ്ക് ബിലീവ് റിസീവ്, ഇതാണ് ഇതിന്റെ നിയമം. ഓക്കെ സാറേ, ഗൂഗിൾ പേ ഇല്ലാത്തവർ എങ്ങനെ പേയ്മെന്റ് ചെയ്യും? സാറേ, ഗൂഗിൾ പേയിൽ അക്കൗണ്ട് പേ ചെയ്തോളൂ. അക്കൗണ്ട് നമ്പർ തരുമോ സാറേ? അക്കൗണ്ട് നമ്പർ ഒന്ന് അഡ്മിന് ബന്ധപ്പെട്ടോളൂ. ഞാനിപ്പോ ഇത്രയും ടൈപ്പ് ചെയ്തെടുക്കണം. അപ്പോൾ അഡ്മിൻ ഒന്ന് ബന്ധപ്പെട്ട അക്കൗണ്ട് നമ്പർ സ്ക്രീൻഷോട്ട് തരും. അല്ലെങ്കിൽ ഞാൻ വേണമെങ്കിൽ ഗ്രൂപ്പിലിട്ടേക്കാം. ഗ്രൂപ്പ് ഉണ്ടല്ലോ നിങ്ങള്? ഉണ്ട്. നമ്മുടെ ഇതുണ്ടല്ലോ, ഇന്ന് ജോയിൻ ചെയ്ത ഗ്രൂപ്പില്. അന്ന് ഞാൻ ഗ്രൂപ്പിലേക്ക് ഒന്ന് ഇട്ടേക്കാം. കുറച്ച് കഴിഞ്ഞിട്ട് ഒരാളും കൂടി വെയിറ്റ് ചെയ്യുന്നുണ്ട്. സോറി. എല്ലാവരോടും ശുഭരാത്രി, ശുഭനിദ്ര. ബൈ ബൈ, ഗുഡ് നൈറ്റ്. നൗഷാദ് പറയുന്ന കാര്യം ഒന്നുകൂടി പറഞ്ഞ്, എനിക്ക് എവിടെയൊക്കെ ക്ലിയർ ആയി കിട്ടിയില്ല. ഒന്നുകൂടി പറഞ്ഞു. ആദ്യം ഞാനും വന്നിട്ട് 1 മാസമല്ലേ ആയതുള്ളൂ. ക്ലിയർ ഉണ്ടോ? പറഞ്ഞോ. ഞാൻ വന്നിട്ട് 1 മാസം അടുപ്പിച്ചേ ആയതുള്ളൂ. അപ്പം എപ്പോഴും മനസ്സിനകത്ത് ഗ്രാറ്റിറ്റ്യൂഡ് പറയുമ്പോൾ സാറിന് ഇങ്ങനെ കൂടുതൽ ആൾക്കാർ വരണം, കൂടുതൽ ട്രാൻസ്ഫോർമേഷന് വേണ്ടി നമുക്ക് ചെയ്യാനുള്ളതൊക്കെ വഴികളൊക്കെ കാണിച്ചു തരണം എന്ന് ഞാൻ മനസ്സുകൊണ്ട് ഇങ്ങനെ പ്രാർത്ഥിക്കാറുണ്ട്. ഇപ്പൊ ഞാൻ നോക്കിയപ്പം കൂടുതൽ ആൾക്കാരുണ്ട്. എനിക്ക് ഒരുപാട് ഹാപ്പി സാർ. ഇനിയും വരട്ടെ, ഇനിയും വന്ന് നല്ല ഒരു പേര് സാറിന് കിട്ടട്ടെ, നല്ല ഒരു മോട്ടിവേഷൻ ആയിട്ട് നമുക്ക് തരട്ടെ എന്ന് ദൈവത്തോട് പ്രാർത്ഥിക്കുകയാണ്. എന്റെ പേര് സജി പി എൻ. ഞാൻ തിരുവല്ലയിൽ നിന്നാണ്. ഞാൻ മുമ്പാണ് സന്ധ്യക്ക് ഈവനിങ്ങിലാണ് ഞാൻ കോണ്ടാക്ട് ചെയ്തത്. 22/8/24 സാർ ചെയ്ത വീഡിയോ കണ്ടു. അപ്പോ ഇതെല്ലാം ശരിയാണെന്ന് ബോധ്യമുണ്ട്. അതുകൊണ്ട് കണക്ട് ആണെന്ന് വിചാരിച്ചു. സംസാരിക്കണമുണ്ട്. ഓക്കെ, അതൊന്ന് പറയാൻ വേണ്ടി. സാർ എന്താണ് ചെയ്യുന്നത്? ഞാൻ ഒരു വെൽനസ് കോച്ച്. എനിക്ക് നിങ്ങളെ നേരത്തെ ഒരു മെസ്സേജ് ഉണ്ടായിരുന്നു എനിക്ക് അഡ്മിന്, ഞാൻ ഓഫീസിൽ നിന്ന് വരുന്ന വഴിക്ക്.
എന്നോട് ഇത്രേ പറഞ്ഞുള്ളൂ, എന്തോ ഒരു പ്രൊഡക്റ്റ് ആണ് നിങ്ങൾ ചെയ്യുന്നത്. അപ്പൊ ഞാൻ പറഞ്ഞ മറുപടിയാണ് സാറ് വെൽനസ് കോച്ച് ആണെന്ന്. അതെ, എന്നോട് മാഡം പറഞ്ഞായിരുന്നു, സാർ ഇങ്ങനെ പറഞ്ഞു, സംസാരിക്കാന്ന് പറഞ്ഞെന്ന് പറഞ്ഞു. ഓക്കെ, വെരി ഗുഡ്, ദാറ്റ്സ് ഗുഡ്. നമുക്ക് കാണാം, എൻഡ് ഓഫ് ദി സെഷൻ കാണാം. താങ്ക് യു. ഓക്കെ സാർ. ആ വെൽനസ് സാർ മുഖത്ത് കാണുന്നുണ്ടല്ലോ അല്ലെ? സാർ ചെയ്യുന്ന വെൽനസ് അവിടെ കാണുന്നുണ്ട്. താങ്ക് യു. ഗുഡ് ഈവനിങ്. ഗുഡ് ഈവനിങ്. യെസ്. എനിക്ക് മനസ്സിൽ പല ചിന്തകളും ഇങ്ങനെ ഒരു ഉള്ളിൽ ഇങ്ങനെ അലട്ടുക. എന്താ വെച്ചാ നമുക്ക് ഞാൻ പറഞ്ഞല്ലോ, ജോബില്ലാത്ത, പിന്നെ കയ്യില് ആവശ്യത്തിന് എടുക്കാൻ ഒരു മിനിറ്റ്. കഴിഞ്ഞ 15 ദിവസമായിട്ട് അനുജിത്ത് ഞാൻ ഇവിടെ നമ്മുടെ ക്ലാസ്സിൽ വന്നതിന് ശേഷം അനുജിത്ത് എന്ത് ആക്ഷനാണ് ജോലിക്ക് വേണ്ട എടുത്തത് എന്ന് മാത്രം എന്നോട് പറഞ്ഞാൽ മതി. എന്ത് ആക്ഷനാണ് നിങ്ങൾ എടുത്തത് അതൊന്ന് പറയാ. എല്ലാം അവിടെ മാറ്റി വെച്ചേക്ക്. ഓക്കെ, ഞാൻ ജോലിക്ക് വേണ്ട രീതി ഇത് ഫോക്കസ് ചെയ്യണേ. ഫോക്കസ് എന്ത് ആക്ഷൻ എന്താണ്? നമ്മള് ആ ജോബ് എങ്ങനെ കിട്ടണം എന്നുള്ള രീതിയിൽ. വാട്ട് ഈസ് ആക്ഷൻ? നോട്ട് ഇമാജിനേഷൻ. ആക്ഷൻ എന്താണ്? ആക്ഷൻ ആദ്യം നോക്കൂ, നമ്മൾ പഠിപ്പിച്ച പ്രിൻസിപ്പിൾ എന്താണ്? ആസ്ക്, ബിലീവ്, റിസീവ്. അതിന്റെ ഇടയിൽ ഇൻസ്പയർഡ് ആക്ഷൻ എന്ന പോയിന്റ് ഞാൻ എല്ലാ പ്രാവശ്യം പറഞ്ഞിട്ടുണ്ട്. ഇറ്റ് ഷുഡ് ടേക്ക് ആൻ ആക്ഷൻ. വിത്തൗട്ട് എനി ആക്ഷൻ നത്തിങ് വിൽ ഗോയിങ് ടു ഹാപ്പൻ ഇൻ ദിസ് വേൾഡ്. അങ്ങനെ ഒരു ചരിത്രമേ ലോകത്തില്ല. ഞാൻ ചോദിച്ചത് അനുജിത്തിന് ഈ വിഷയങ്ങളൊക്കെ ഉണ്ട്, അവിടെ ഇരിക്കട്ടെ. നമ്മൾ അതിനെ തോളിൽ എടുത്തു വെച്ചിരിക്കുന്നു. ജോലി കിട്ടാനായിട്ട് എന്റെ പ്രൈം കൺസേൺ എന്ന് പറഞ്ഞാൽ അനുജിത്തിന് ജോലിയാണ്. ആ ജോലി കിട്ടാനായിട്ട് അനുജിത്ത് എന്ത് പ്രവർത്തനമാണ് ചെയ്തതെന്ന് മാത്രം എന്നോട് പറഞ്ഞു. പ്രവർത്തനം ചെയ്യാറ് നമ്മളിപ്പോ ഈ ന്യൂസിൽ പേപ്പറിന്റെ ഇതിലൊക്കെ കണ്ടിട്ടും, പിന്നെ ഒരു സൈഡിൽ പോയി അന്വേഷിച്ചിട്ടൊക്കെ ഇന്റർവ്യൂവിന് പോയോ? എത്ര ഇന്റർവ്യൂവിന് പോയി? ഇന്റർവ്യൂവിന് കുറെ പോയിട്ടുണ്ട്, ഒരുപാട് ഇന്റർവ്യൂവിന്. ഇപ്പൊ ഈ 15 ദിവസത്തിൽ പോയോ? അല്ല, ഈ 15 ദിവസത്തില് ഇല്ല, പോയിട്ടില്ല. അതൊന്ന് ആക്ഷൻ എടുക്കൂ, എന്നിട്ട് വരാം. ആദ്യം നീ ഒരു കാര്യം ചെയ്യുക, ബാക്കിയെല്ലാം വിട്ടേക്ക്, ഇതുവരെയുള്ള എല്ലാ കാര്യങ്ങളും വിട്ടേക്ക്. ഇനി മുതൽ നീ പഠിച്ച സബ്ജക്റ്റ് ഒന്നുകൂടി ക്ലിയർ ആക്കുക, മനസ്സിലാക്കുക, അതിൽ പഠിക്കുക. എന്നിട്ട് അതിനു വേണ്ടി ജോലിക്ക് വേണ്ടിയുള്ള പ്രവർത്തനം തുടങ്ങും. പൂർണ്ണമായിട്ട് തുടങ്ങും, അർപ്പിച്ച് തുടങ്ങും. അവിടെ അതാണ് ഇതാണ് മനസ്സിൽ തോട്ട് ഇതെല്ലാവർക്കും വരുന്നുണ്ട്. അതൊക്കെ അവിടെ ഇരിക്കട്ടെ. തൽക്കാലം നിന്റെ കാര്യത്തിൽ അതൊന്നും ഞാൻ പറയണില്ല. നീ അതിനു വേണ്ടി ആക്ഷൻ എടുത്തിട്ട് എന്നോട് പറ, എന്നിട്ട് അതിന് ഞാൻ മറുപടി പറയാം. ഓക്കെ? ഓക്കെ, ഇനി അടുത്ത ചാൻസ് കൊടുക്കാം കേട്ടോ. നീ ആർക്കല്ല ഒരാൾക്കും കൂടി പറയാം. പെട്ടെന്ന് പറഞ്ഞു. പറയാം, അത് അറിയിക്കാം, അത് അഡ്മിൻ അറിയിക്കാം. ബുക്കിന്റെ കാര്യം എന്തായി? അടുത്ത മാസം സാർ ഇപ്പൊ നാട്ടിൽ വരുന്നു. ഞാൻ നാളെ മറ്റന്നാൾ നാട്ടിൽ വരും. മറ്റന്നാൾ രാത്രി ഇവിടുന്ന് വരും, വെള്ളിയാഴ്ച നാട്ടിലെത്തും. ബുക്ക് ഞാൻ അഡ്മിനോട് സംസാരിച്ചിട്ടുണ്ട്. ഓക്കെ, ഞാൻ അയക്കാം. നിങ്ങളെല്ലാം ലിസ്റ്റ് ആക്കി ഇട്ടിട്ട് വെച്ചിട്ടുണ്ട്, അയച്ചോളൂ. അവരയച്ചോളൂ. ഇനി ആർക്കാണ് എന്തെങ്കിലും പറയാനുണ്ടോ? ഗുഡ് ഈവനിങ് സർ. ഗുഡ് ഈവനിങ്, പറഞ്ഞോളൂ. പെട്ടെന്ന് പറഞ്ഞോളൂ. ഒരു കാര്യം ഞാൻ പറഞ്ഞോട്ടെ? ഇല്ല, ഞാനൊരു ഒരു സെക്കൻഡ്. നൗഷാദ് മ്യൂട്ട് ചെയ്തേ. ഞാൻ അല്ലെങ്കിൽ ഒറ്റ ആള് ആരാണ് സംസാരിച്ചത്? ഇപ്പൊ ബിന്ദുശ്രീ ആണോ സംസാരിച്ചത്? ബിന്ദു അവിടെ ബിന്ദുശ്രീ സംസാരിക്കട്ടെ. ഒരു ഓക്കെ, താങ്ക് യു സർ. ഞാനൊരു 1 വീക്ക് ആയിട്ടുള്ള സാറിന്റെ വീഡിയോസ് കണ്ടു തുടങ്ങിയിട്ട്. മുൻപ് ലോ ഓഫ് അട്രാക്ഷന്റെ ചില കോഴ്സുകൾ ചെറുത് ഞാൻ ചെയ്തിട്ടുണ്ട്. പക്ഷേ സാറിന്റെ ക്ലാസ്സിൽ വന്നപ്പോ എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ എനിക്ക് തിരിച്ചറിവുകളാണ് കിട്ടുന്നത്, അറിവുകളല്ല, തിരിച്ചറിവുകളാണ് കിട്ടുന്നത്. അപ്പോ അത് നമ്മൾ നോട്ട് ചെയ്തിട്ട് പിന്നെയും വായിക്കുമ്പോൾ നമുക്ക് ഒരുപാട് കാര്യങ്ങൾ അതിനെക്കുറിച്ച് ചിന്തിക്കാനും നമ്മളുടെ വാക്കുകളിൽ ഒരുപാട് ചേഞ്ച് വരുത്തി സംസാരിക്കാൻ ഒക്കെ അത് നന്നായിട്ട് ഹെൽപ്പ് ചെയ്യുന്നുണ്ട്. അതനുസരിച്ചിട്ട് നമുക്ക് ലൈഫില് മെന്റലി ഫിസിക്കലി അത് നന്നായിട്ട് മോട്ടിവേറ്റഡ് ആണ്. നമുക്കത് വീണ്ടും അതിങ്ങനെ ഓർത്ത് ഒരു റോങ് വേർഡ് വായെന്ന് വരുമ്പോ അത് ഇങ്ങനെയല്ല, തിരിച്ചു പറയണം,
വേണ്ട എന്ന് ഉള്ളതിന് പകരം അത് വേണം എന്ന് പറയുക. അതേപോലെ തീർന്നു എന്ന് പറയുന്നതിന് പകരം കൊണ്ടുവരണം എന്ന് പറയും. അങ്ങനെ അതേപോലെയുള്ള കുറച്ച് കാര്യങ്ങൾ നമുക്ക് പിന്നെ ഇരിക്കുന്ന സമയത്ത് പഴയൊരു വീഡിയോയിൽ സാറിനെ ഞാൻ കണ്ടതാണ്. അതിനകത്ത് മെഡിറ്റേഷൻ ചെയ്യുമ്പോൾ എല്ലാവരും ഇങ്ങനെ ജസ്റ്റ് ഇരുന്നാ മതി എന്ന് പറയും. പക്ഷെ ആ ഇരിക്കേണ്ട പൊസിഷൻ സാറ് അത് പറയുന്നുണ്ട്. അപ്പൊ ഞാൻ അത് ഇന്നലെ ട്രൈ ചെയ്ത് നോക്കി. ഒത്തിരി കാലമായി ഞാൻ മെഡിറ്റേഷൻ ചെയ്യുന്നുണ്ട്. പക്ഷെ എന്നാൽ പോലും എനിക്ക് ആ ഇരുന്നപ്പോൾ ഉള്ള ഡിഫറൻസ് എനിക്ക് 2 ദിവസമായിട്ട് നന്നായിട്ട് എനിക്ക് ഫീലായി. അപ്പോ അത് ഒരു വലിയൊരു വാല്യുബിൾ ആയിട്ടാണ് എനിക്ക് തോന്നിയത്. താങ്ക് യു. ഞാൻ ഹാപ്പിയാണ് സാറിന്റെ ക്ലാസ് അറ്റൻഡ് ചെയ്യാൻ കഴിഞ്ഞത്. താങ്ക് യു യൂണിവേഴ്സ്. താങ്ക് യു വെരി മച്ച്. അതിൽ ഏറ്റവും പ്രധാനമായിട്ട് ഞാൻ എന്നും പറയുന്ന കാര്യം, നിങ്ങളുടെ വാക്കുകളെ ശ്രദ്ധിക്കുക. വാക്കുകളാണ് നിങ്ങളെ രൂപപ്പെടുത്തുന്നത്. അത് ഏത് രീതിയിൽ പറഞ്ഞാലും ഓരോ വാക്കിൻ്റെയും യഥാർത്ഥ അർത്ഥമറിഞ്ഞ് ഉപയോഗിക്കുക. അത് മലയാളമായാലും ഏത് ഭാഷ ഉപയോഗിച്ചാലും വാക്കിൻ്റെ അർത്ഥം ശരിക്കും മനസ്സിലാവാതെ നമ്മൾ ഉദ്ദേശിക്കുന്നതായിരിക്കില്ല ചിലപ്പോൾ പുറത്തോട്ട് വരുന്നത്. ഇത് ശ്രദ്ധിക്കാതിരുന്നാൽ നമ്മൾ പറയുന്ന വാക്ക് ആദ്യം കേൾക്കുന്നത് ആരാണ് എന്ന് നിങ്ങൾ ശ്രദ്ധിച്ചിട്ടുണ്ടോ? നിങ്ങൾ വീട്ടിൽ അമ്മയോടും അച്ഛനോടും ഭർത്താവിനോടും ഒക്കെ കുട്ടികളോടൊക്കെ സംസാരിക്കുന്നുണ്ട്. നിങ്ങൾ സംസാരിച്ചുകൊണ്ടേയിരിക്കുന്നു. നിങ്ങൾ ആദ്യം ശ്രദ്ധിക്കേണ്ടത് നിങ്ങൾ പറഞ്ഞ വാക്ക് ആരാണ് ആദ്യം കേൾക്കുന്നത്. ഇവിടെയാണ് പ്രധാനമാർഹിക്കുന്നത്. അപ്പോൾ അറിഞ്ഞോ അറിയാതെയോ നമ്മൾ പറയുന്ന വാക്കുകൾ നമുക്ക് തന്നെയാണ് പാരയാകി മാറുന്നത്. ഇരുതല മൂർച്ചയുള്ള ആയുധം എന്ന് കേട്ടിട്ടുണ്ടോ? വാക്കിന് പറയുന്ന പേരാണിത്, അല്ലേ? വാക്ക് അത്രയും. അപ്പം എനിക്ക് ഏറ്റവും ഇഷ്ടം തോന്നിയതെന്ന് വെച്ചാൽ നിങ്ങൾ ബിന്ദുശ്രീ അത് മനസ്സിലാക്കി അത് തിരിച്ചിങ്ങോട്ട് പറഞ്ഞത് ഞാൻ കൃതജ്ഞനായി. എൻ്റെ എഫേർട്ട് അതിലാണ് ഞാൻ ഉപയോഗിക്കുന്നത്. എല്ലാവരെയും ഞാൻ പറഞ്ഞു, നിങ്ങൾ വാക്കുകൾ ശ്രദ്ധിക്കും. അവിടെ തന്നെ 90% വിഷയങ്ങൾ തോന്നും. കാരണം ഞാനിത് പ്രാക്ടീസ് ചെയ്ത് എടുത്തതാണ്. പ്രാക്ടീസ് ചെയ്ത് ഓരോ വാക്കുകൾക്കും അത്രയും അർത്ഥം. നിങ്ങളുടെ എൻ്റെ വാക്കുകൾ ശ്രദ്ധിച്ചാൽ മനസ്സിലാവും. അതിനൊരിക്കലും ആ രീതിയിൽ ആവാതിരിക്കാൻ മാക്സിമം ശ്രമിക്കുന്നുണ്ട്. പക്ഷെ മനുഷ്യൻ്റെ ചില സിസ്റ്റംസ് ഉണ്ടാവും. പക്ഷെ എന്നാലും അതിന് അങ്ങനെ വരുന്ന സമയത്ത് ഒരിക്കലും ഇമോഷൻ കൊടുക്കാതെ പറയാനും നമ്മൾ ശ്രമിക്കും. ഞാൻ ചിലപ്പോൾ ചിലപ്പോൾ എന്തെങ്കിലും ഇങ്ങനെ അങ്ങനെയല്ല ഇങ്ങനെയെന്ന് പറയുന്നുണ്ട്. പക്ഷെ അവിടെ ഇമോഷൻസ് വ്യത്യാസം വരും. ഈ വാക്കുകൾക്ക് ഓരോന്നിനും ഇമോഷനുമായിട്ട് വലിയ അറ്റാച്ച്ഡ് ആണ്. അത് അറിയണം. നമ്മൾ ഓരോ വാക്കുകൾക്കും അതിൻ്റെതായ അർത്ഥതലങ്ങളുണ്ട് എന്നറിയാം. ഓക്കെ, താങ്ക് യു വെരി മച്ച്. ഇനി മറ്റേ ബിന്ദു ഒന്ന് വന്നോ, പെട്ടെന്ന് ക്വിക്കായിട്ട് ഒരു ഹാപ്പി ന്യൂസും കൂടി നിങ്ങൾക്ക് ഷെയർ ചെയ്തിട്ട് ഞാൻ പോവാം. കാരണം വെച്ചാൽ നമുക്ക് കുറേ സമയം പോയി കഴിഞ്ഞാൽ നമ്മൾ ബാക്കി ഇന്ന് സംസാരിക്കാനുള്ള ഭാഗം വിട്ടുപോകും. രാത്രി ആകുമ്പോൾ 10 മണിയാകുമ്പോൾ അല്ല 10-10 ആകുമ്പോൾ എല്ലാവരും ഉറങ്ങണ്ടേ, അല്ലേ? അല്ലെങ്കിൽ രാവിലെ പെട്ടെന്ന് പറഞ്ഞു നോക്കി. ഗീത പെട്ടെന്ന് പറഞ്ഞു. ഞാൻ പറഞ്ഞതേ, ഇപ്പൊ നമ്മള് പറയത്തില്ല നെഗറ്റീവ് പറയരുതെന്ന് പറയും. അപ്പൊ ഇല്ല എന്നുള്ളത്. അപ്പൊ ഒരാള് പൈസ കടം ചോദിക്കുമ്പോ ഇല്ല എന്നല്ല നമ്മൾ പിന്നെ എന്ത് പറയാന്? അതിന് എന്തെങ്കിലും വേർഡ്സ്? നല്ല ചോദ്യം കേട്ടോ. ഇതിന് മറുപടി ഞാൻ തന്നെ പറയണോ? നിർബന്ധമാണോ? പറയണം സർ. ഓക്കെ, നിങ്ങൾ പൈസ കടം കൊടുത്താൽ എന്താണ് നിങ്ങൾക്ക് തിരിച്ചു കിട്ടുന്നത്? പൈസ കടം കൊടുത്താൽ നിങ്ങൾക്ക് പകരമായിട്ട് എന്താണ് തിരിച്ചു കിട്ടുക? അത് പറ. ഒന്നുമില്ല, അവരുടെ ഒരു സന്തോഷം. അവര് സന്തോഷം. പൈസ തിരിച്ചു ചോദിക്കുമ്പോഴോ? സമയം കഴിഞ്ഞു പോയി ചോദിച്ചു കഴിഞ്ഞാൽ അതും ബുദ്ധിമുട്ട്. എന്താ ബുദ്ധിമുട്ട്? എന്താണ് പിന്നെ കിട്ടുന്നത് തിരിച്ച്? പിന്നെ ചിലര് കറക്റ്റ് സമയത്തിന് ഇപ്പൊ കൊടുക്കാനും പറ്റുന്നില്ല. അത് നല്ല കാര്യം. അവിടെ ഇരിക്കട്ടെ. കൊടുത്താൽ സമയത്ത് തിരിച്ചു കിട്ടാതിരുന്നാൽ നിങ്ങൾ വീണ്ടും നിർബന്ധിച്ചാൽ അവിടുത്തെ കിട്ടുന്ന എന്തായിരിക്കും? അവരെ ഭാഗത്ത് വെറുപ്പായിരിക്കും. പിന്നെ അപ്പൊ മതിയല്ലോ, നമുക്ക് സന്തോഷമായല്ലോ അപ്പൊ അവിടെ, അല്ലേ? അപ്പോ ഇവിടെ ഇല്ല എന്ന് ഒരു വാക്ക് പറഞ്ഞാൽ പകരം അവിടെ കിട്ടുന്നത് ലാസ്റ്റ് കിട്ടുന്ന ബന്ധവും, ഇവിടെ ഉണ്ട് എന്ന് പറഞ്ഞു കൊടുത്താൽ ലാസ്റ്റ് കിട്ടുന്ന ആ ബന്ധം ഇല്ലായ്മയാണ്. ഇപ്പൊ ഇതിൽ ഏതാണ് നിങ്ങൾക്ക് ആവശ്യം? ഞാനില്ല അല്ല, ഒരു മിനിറ്റ് ഇവിടെ മനസ്സിലാക്കാം. ഞാൻ ഇല്ല എന്ന് പറയരുത് എന്ന് പഠിപ്പിച്ചത് നിങ്ങൾ മനസ്സിലാക്കാത്തൊരു കാര്യമാണ്. നിങ്ങൾ ഇല്ല എന്ന് നിങ്ങളോടാണ് പറയുന്നത്. അങ്ങനെയാണെങ്കിൽ നമുക്ക് ഒന്നും ഇല്ല എന്ന് പറയാൻ പറ്റില്ലല്ലോ. നിങ്ങൾ ഈ സ്വയം പറയുന്ന കാര്യങ്ങളുണ്ടല്ലോ, അതില്ല എന്ന് പറയണം എന്നാ പറഞ്ഞത്. ഇപ്പൊ ഒരാൾ വന്നിട്ട് ഇപ്പൊ ഒരു കാശ് ചോദിച്ചു ഇല്ല എന്ന് പറയാൻ പിന്നെന്താ പറയാൻ പറ്റുക? അങ്ങനെയല്ല കോൺസെപ്റ്റ് എടുക്കുക. നിങ്ങൾ സ്വയം പറയുന്നത് എനിക്ക് പരാതിയാണ്, എൻ്റെ കയ്യിൽ പൈസയില്ല, ഞാൻ എന്നും ദുരിതത്തിലാണ്, എനിക്ക് ദാരിദ്ര്യമാണ്, ഇങ്ങനെയുള്ള ഈ സെൽഫ് ടോക്ക് ഉണ്ടല്ലോ, അതാണ് ഇല്ല എന്ന് പറയരുത് എന്ന് പറയുന്നത്. അല്ലെങ്കിൽ ഇപ്പോ ഒരാൾ വന്നിട്ട് എന്നോട് ചോദിക്കാൻ 1 കോടി രൂപ വേണമെന്ന് പറഞ്ഞാൽ ഞാൻ ഇല്ല എന്നല്ല ഉണ്ടെന്ന് പറയൂ. സ്വാഭാവികല്ലേ?
ആ ഇല്ല അല്ല, പൈസ ഇല്ലെന്ന് പറയണ്ട. പൈസ ഇരുന്ന പൈസ എടുത്ത് ഒരു കാര്യം ചെയ്തു പോയി, ഇപ്പൊ ഇരിപ്പില്ല. നിങ്ങൾ യാഥാർത്ഥ്യം പറഞ്ഞാൽ മതി. നിങ്ങളെ ബാങ്കിൽ പൈസ വെക്കുന്ന യാഥാർത്ഥ്യം എൻ്റെ കയ്യിൽ ഇപ്പൊ കുറച്ച് വേറെ ആവശ്യത്തിനുണ്ടായിരുന്നു. അങ്ങനെ അതൊക്കെ ഒരു എന്താ പറയാ, അതിനൊക്കെ ഞാൻ എക്സ്പ്ലെയിൻ ചെയ്യാൻ പറ്റില്ല കേട്ടോ എനിക്ക്. അത് നിങ്ങൾ യുക്തിപരമായിട്ട് ആലോചിച്ചെടുക്കേണ്ട തീരുമാനം. ഓക്കെ ഓക്കെ, എല്ലാവരും മ്യൂട്ട് ചെയ്തോളൂ. ഇനി ഒറ്റ കാര്യം പറഞ്ഞു പോവാം. നേരത്തെ അതെ, ഇതെല്ലാവരും, ഞാൻ ഒരു കാര്യം നിങ്ങളോട് വ്യക്തമായി പറയാം. നിങ്ങൾ ആര് എന്നെ വിമർശിച്ചാലും ആര് കുറ്റപ്പെടുത്തിയാലും ഒരു കാര്യം വെട്ടിത്തുറന്ന് പറയാം. നിങ്ങൾ കടം കൊടുത്താൽ കടം വാങ്ങിച്ചാൽ രണ്ടും ഒരേപോലെ അപകടമാണ് നിങ്ങൾക്ക്. ഒന്ന്, രണ്ടും നിങ്ങളെ ഉന്നതിയിൽ എത്തിക്കില്ല, രണ്ടും നിങ്ങളെ താഴ്ത്തുകയേ ഉള്ളൂ. ഇത് മനസ്സിലാക്കുക. ഫണ്ടമെന്റൽ ആയിട്ട് ഈ നിയമം മനസ്സിലാക്കുക. കടം വാങ്ങിച്ചവനും ഇന്നേ വരെ രക്ഷപ്പെട്ടിട്ടില്ല, കടം കൊടുത്തവൻ രക്ഷപ്പെട്ടിട്ടില്ല. അങ്ങനെ സംഭവേ ലോകത്തില്ല. അതുകൊണ്ട് നിങ്ങൾക്ക് കടമില്ലാതെ എങ്ങനെ ബിസിനസ്സിനെ, എങ്ങനെ നിങ്ങളുടെ ജീവിതത്തെ കൊണ്ടുപോകാൻ പറ്റും എന്ന് മാത്രമാണ് പഠിക്കേണ്ടത്. അത് മാത്രമേ യഥാർത്ഥ ജീവിതമാവുകയുള്ളൂ. അല്ലെങ്കിൽ ഒന്നും നമ്മുടേതല്ലത്. അതുകൊണ്ട് കടം വാങ്ങിക്കരുത്, കടം കൊടുത്ത്. ഞാൻ വീണ്ടും വീണ്ടും പറയുന്നു, ബിസിനസ്സിൽ ഉണ്ടാവാം. സാധനം മേടിച്ച് മറ്റെടുത്ത് കൊടുത്ത് മറ്റെടുത്ത് മേടിച്ച്, ഇത് ബിസിനസ് ട്രാൻസാക്ഷൻസ് കോൾഡ് ആസ് ട്രാൻസാക്ഷൻ, ദാറ്റ് ഈസ് റിക്കോർഡ്. അല്ലെങ്കിൽ ബിസിനസ് നടക്കില്ല. പക്ഷെ വ്യക്തിപരമായ കാര്യത്തിൽ മാക്സിമം അത് അവോയ്ഡ് ചെയ്യാൻ ശ്രമിക്കണം. ഉള്ളതിനനുസരിച്ച് ജീവിക്കാൻ പഠിക്കുന്നവൻ മാത്രമേ സമ്പന്നനായിട്ടുള്ളൂ. അവൻ മാത്രമേ ലോകത്ത് സമ്പന്നനായിട്ടുള്ളൂ. ഇല്ലാത്തതിൽ അഭിരമിക്കുന്നവനെല്ലാം തകർന്നു പോയിട്ടേ ഉള്ളൂ. ലോക ചരിത്രം അതാണ്. എത്രയോ നൂറുകണക്കിന് ഉദാഹരണങ്ങൾ എടുത്തിട്ട് ഞാൻ സ്ട്രക്ചർ ചെയ്ത് പറയാം. കടം അപകടമാണ്, യാതൊരു തർക്കവുമില്ല. അത് കൊടുക്കുന്നത് അപകടമാണ്, വാങ്ങിക്കുന്നത് അപകടമാണ്. നിങ്ങൾ ഇവിടെ എന്നോട് സാർ എന്ത് തോന്നിയ സാർ, ഞാനൊക്കെ കടം കൊണ്ടാണ് ഇത്രയും ബിസിനസ് ഉണ്ടാക്കിയെന്നൊക്കെ പറഞ്ഞു. ദാറ്റ്സ് ഓൾ അപ് ടു യു. ബട്ട് സിസ്റ്റമാറ്റിക് ആയിട്ടുള്ള ലോകത്തിൽ സംഭവിച്ച എല്ലാം എടുത്ത് അനലൈസ് ചെയ്താൽ ഇത് ശ്രദ്ധിക്കുക. ശ്രദ്ധിച്ചവർ രക്ഷപ്പെട്ടിട്ടുണ്ട്, ശ്രദ്ധിക്കാത്തവരെല്ലാവരും പോയിട്ടുമുണ്ട്. ഓക്കെ, താങ്ക് യു. അപ്പോൾ ഒരു ഹാപ്പി ന്യൂസും കൂടി പെട്ടെന്ന് പറഞ്ഞിട്ട് നമുക്ക് ഔദ്യോഗികമായിട്ട് ക്ലാസ്സിൽ കിടക്കാം. ഞാൻ ഈ ക്ലാസ് യൂട്യൂബ് ഫുള്ളായിട്ട് ചിലപ്പോൾ അപ്ലോഡ് ചെയ്യാൻ നമുക്ക് പരിമിതികൾ ഉണ്ടാവും. ഔദ്യോഗികമായിട്ട് തുടക്കം പറഞ്ഞ് ഒരു ഹാപ്പി ന്യൂസ് പറഞ്ഞിട്ട് പിന്നെ തുടങ്ങാം കേട്ടോ. കാരണം ഹാപ്പി ന്യൂസ് ഇപ്പൊ പറയുന്നത് വെച്ചാൽ, ഇന്നലെ നമ്മൾ ലോ ഓഫ് അട്രാക്ഷന്റെ കോഴ്സിൽ ഒരു ഓഫർ തന്നിരുന്നു നിങ്ങൾക്ക്. ക്വിക്കായിട്ട് ഇവിടെ യൂട്യൂബിൽ കൊടുക്കാത്ത, ഇവിടെ മാത്രം കൊടുത്താണ്. പക്ഷേ ചെറിയൊരു അക്കടി പറ്റി. ഇന്ന് അതിന്റെ ഡിമാൻഡ് ഒരുപാട് കൂടി. ഞാൻ ഇന്നലെ പറഞ്ഞത് ഇതിന് മാത്രമേ തരുള്ളൂ എന്ന് പറഞ്ഞിരുന്നു. അപ്പൊ എനിക്ക് പറഞ്ഞ വാക്കിനകത്ത് ഒരു ഇത് ചെയ്യാനും പറ്റിയില്ല. ഇവിടെ പലർക്കും ഇന്നലെ ഇത് ചെയ്യാനും പറ്റിയില്ല. കാരണം ക്വിക്കായിട്ട് ചെയ്യാൻ പറ്റില്ലെന്ന് കുറേ മെസ്സേജ് വന്നു. അപ്പൊ അതിൻ്റെ അനുസരിച്ച് ഇന്നലെ കുറേ പേര്, ആദ്യം തന്നെ ഞാൻ പറയാം, അവരൊക്കെ ഓൾറെഡി നമ്മൾ ക്ലാസ് നടത്തിക്കൊണ്ടിരിക്കുകയാണ്. എന്നാൽ ഇന്നലെ ഇത്രയും ആൾക്കാർ, ഒരുപാട് ആൾക്കാർ ഇന്നലെ ഉച്ചയ്ക്ക് മുമ്പേ പൈസ അയച്ച ഒരുപാട് ആൾക്കാരുണ്ട്. പേരുകളൊന്നും ഞാൻ വായിക്കുന്നില്ല, ഒരുപാട് ആൾക്കാരുണ്ട്. ഏറെ സന്തോഷമാണ്. കാരണം നിങ്ങൾ അത്രയും വിശ്വാസത്തോടെ അതിൽ ചേരണമെന്നുള്ള ആഗ്രഹത്തോടെ ചേർന്നതിന് നിങ്ങൾക്ക് ആദ്യം നന്ദി അറിയിക്കുകയാണ്. കാരണം നമ്മൾ ചെയ്യുന്ന പ്രവർത്തനം അത്രയും നിങ്ങളിലേക്ക് എഫക്റ്റ് ചെയ്യുന്നുണ്ട് എന്നറിഞ്ഞതിലാണ് ഒന്നാമത്തെ നന്ദി. രണ്ടാമത്തെ കാര്യം, ഈ ഡിമാൻഡ് എല്ലാവരും പറഞ്ഞതുകൊണ്ട് ഞാൻ ഒരു കാര്യം തീരുമാനിച്ചു. ഞാൻ യൂട്യൂബിൽ കമൻറ്റ് ചെയ്തവർ, യൂട്യൂബ് കണ്ടിട്ട് വിളിച്ചു ചോദിച്ചോണ്ട് പറഞ്ഞവർ, ഇന്ന് നിങ്ങൾ ക്ലാസ്സിൽ വന്നോളൂ, ചിലപ്പോൾ നമുക്ക് എന്തെങ്കിലും സർപ്രൈസ് ഉണ്ടാക്കാമെന്ന് പറഞ്ഞു യൂട്യൂബിലേക്ക് ഡയറക്റ്റ് കൊടുത്തില്ല. കാരണം യൂട്യൂബ് ഡയറക്റ്റ് കൊടുത്തു കഴിഞ്ഞാൽ 20,000-30,000 ആൾക്കാർ കണ്ടുകൊണ്ടേയിരിക്കുന്ന വീഡിയോ ആണത്. പലപ്പോഴും അത് കണ്ടുകൊണ്ടേയിരിക്കും. അപ്പോൾ എപ്പോഴൊക്കെയാണ് ഇത് കൊടുക്കാൻ പറ്റുക എന്ന് ഓർമ്മയില്ല. ചിലപ്പോൾ നാളെ ഞാൻ വീണ്ടും വളർന്ന് ഇപ്പോൾ 5,000 അല്ലെങ്കിൽ 500,000 ആൾക്കാരായി കഴിഞ്ഞാൽ നമ്മുടെ അവസ്ഥ മാറും. നമ്മുടെ ഗ്രൂപ്പ് ഒരുപാട് വലുതാവും. അപ്പോൾ സ്വാഭാവികമായും ചെലവ് കൂടും, നമ്മൾ ഫീസ് കൂട്ടേണ്ടി വരും, അല്ലേ? നമുക്ക് സ്വാഭാവികമാണല്ലോ, അങ്ങനെയല്ലേ ഒരു ഇത് നടന്നത്, ഫീസ് കൂട്ടേണ്ടി വരും. അപ്പോൾ ഇപ്പോഴുള്ള 5,000 ചിലപ്പോൾ 10,000 ആയെന്ന് വരും. അപ്പോൾ 2,000-ന്റെ ഓഫർ ചിലപ്പോൾ 5,000 ആയെന്ന് വരും. അപ്പോൾ ആകെ കൺഫ്യൂഷൻ ഉണ്ടാവും. അപ്പം അത് ഒഴിവാക്കാനായിട്ട് ഞാൻ പറയും, തൽക്കാലം ഇല്ല, നിങ്ങൾക്ക് വേണമെങ്കിൽ ഇന്നത്തെ ക്ലാസ്സിൽ വന്നാൽ ഞാനെല്ലാം ഇവർ പറഞ്ഞു, അല്ലെങ്കിൽ ചിലപ്പോൾ സാറ് ഇങ്ങനെ ചെയ്യുന്നത്. അപ്പോൾ അവരെല്ലാം പറഞ്ഞതിൻ്റെ അടിസ്ഥാനത്തിൽ ഞാൻ ഇപ്പോഴൊരു ക്വിക്കായിട്ട് ക്ലാസ് തുടങ്ങുന്നതിന് മുമ്പ് ഒരു ചാൻസ് നിങ്ങൾക്ക് തരികയാണ്. ഇവിടെ 2-3 ആൾക്കാർ ചാറ്റ് ചോദിച്ചത് കൊണ്ടും ഒരാളെ ആയിട്ട് പറയാൻ പറ്റില്ല, സാർ എന്നോട് പറഞ്ഞില്ലല്ലോ ചിലപ്പോൾ എന്നുള്ള ഫീലിങ്സ് ആർക്കെങ്കിലും ഉണ്ടെങ്കിൽ ഇപ്പോഴൊരു ചാൻസ്, 10 മിനിറ്റ് സമയം നിങ്ങളുടെ കയ്യിൽ കാശുണ്ടെങ്കിൽ, കാശൊക്കെ ബാങ്ക് ഉണ്ടെങ്കിൽ ഇപ്പോൾ പേ ചെയ്യാം. ഞാൻ ഗൂഗിൾ പേ നമ്പർ ഇവിടെ ഇടാം, 7501107924. ഇനി അവിടെ ഒരു ഓപ്ഷൻ കൂടി തരാം,
ആരെങ്കിലും കയ്യിൽ ഇത്രയും കാശ് എൻ്റെ ഗൂഗിൾ പേയിൽ ഇല്ല സാറേ, എൻ്റെ 500 ഉള്ളൂ, ബാക്കി ഞാൻ 4 ദിവസം കഴിഞ്ഞിട്ട് അയക്കാമെങ്കിൽ അവർക്കും അത് അയക്കാം. ഞാൻ ഓപ്പൺ ആക്കി വെച്ചേക്കാം. ഇത്രയും ഓപ്പൺ ആയിട്ട് നിങ്ങൾ ഈ കമ്മ്യൂണിറ്റിക്ക് അകത്ത് വന്നു കഴിഞ്ഞാൽ ഒരുപാട് മാറ്റം നിങ്ങൾക്ക് ഉണ്ടാവും. അത് ഉറപ്പാണ്. ഇന്ന് 2-3 എനിക്ക് ഭയങ്കര ഇഷ്ടം തോന്നി. 2-3 സഹോദരിമാർ ബന്ധപ്പെട്ടതിനോട് സാറിൻ്റെ ആ ഒരു മോട്ടിവേഷൻ മതി ഞങ്ങൾക്ക് പോകാൻ. അപ്പം എനിക്ക് അത് ഞാൻ ഇന്നത്തെ ക്ലാസ്സിൽ പറയാനിരിക്കുന്ന വിഷയമാണ്, എന്നാലും പറയാം. എൻ്റെ സന്തോഷം എന്ന് പറയുന്നത് നിങ്ങളൊക്കെ എന്തെങ്കിലും നേടി ലഭിച്ചു എന്ന് പറയുന്നതാണ്. അത് കിട്ടിയില്ല, കൈവിട്ടു പോയി എന്ന് പറയുമ്പോൾ നമുക്ക് ഭയങ്കരമായിട്ട് അവസ്ഥയുണ്ട്. അതുകൊണ്ട് ഇപ്പോൾ വേണ്ടവർ നിങ്ങൾ കമ്മ്യൂണിറ്റിയിൽ ജോയിൻ ചെയ്യുക. ഒരു പ്രത്യേകം ഞാൻ പറഞ്ഞിട്ടുണ്ട്, നിങ്ങൾ ഏത് കോഴ്സ് എടുത്താലും നിങ്ങൾ ലൈഫ് ടൈം കമ്മ്യൂണിറ്റിയിൽ പാർട്ടാണ്. നിങ്ങൾ ഉള്ളതെല്ലാം ഞാൻ പറയുന്നതൊക്കെ എപ്പോഴും പഠിക്കാം. എൻ്റെ ഒരു ഡയറക്റ്റ് ഇത് നിങ്ങൾക്ക് ഉണ്ടാവും. പിന്നെ നിങ്ങൾ വേണ്ട എന്ന് വിചാരിക്കുമ്പോൾ പോയാൽ മതി, അതുവരെ ഇവിടെ ഉണ്ടാവും. കാരണം ഞാൻ ഈ പരിപാടി എൻ്റെ ജീവിതകാലം മുഴുവൻ കൊണ്ട് നടക്കും, അതൊരിക്കലും നിർത്തില്ല. അത് അത്രയും ഞാൻ ഇഷ്ടപ്പെട്ടു. അതുകൊണ്ട് അടുത്ത വർഷം മുതൽ ദിനേശ് സാറ് വേറെ പരിപാടി ഇല്ല, ഇത് കൂടെ ഉണ്ടാവും. അതുകൊണ്ട് പേ ചെയ്യാനുള്ളവർക്ക് ഇപ്പോൾ പേ ചെയ്ത് വാങ്ങിക്കാം. ബാക്കി കൂടുതലൊന്നും പറയുന്നില്ല. പോരെ, ഇത്രയും ഞാൻ പറഞ്ഞാൽ മതിയല്ലോ. എവരിബഡി ലൈക്ക് ഇറ്റ്. ഒരു ഇഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ ഒരു ഇതടിച്ചോ, ഓക്കെ എന്ന് പറഞ്ഞു, ഓക്കെ എന്ന് അടിച്ചോളൂ. ഇഷ്ടപ്പെട്ടവർക്ക് ഇപ്പോൾ പേയ്മെന്റ് ചെയ്തിട്ട് ക്ലാസ്സിൻ്റെ ഇടയിൽ നിങ്ങൾ പേയ്മെന്റ് ചെയ്യാം. പേ ചെയ്തവർ വേണ്ട കേട്ടോ. നിങ്ങൾ കുറേ പേര് പേ ചെയ്തിട്ടുണ്ട്, അവർ നിങ്ങൾ വീണ്ടും പേ ചെയ്യണ്ട. ഇപ്പോൾ ഒറ്റ മാത്രമേ വേണ്ട കേട്ടോ. അപ്പോൾ നമുക്ക് ഇന്നത്തെ ക്ലാസ്സിലേക്ക് കിടക്കാം അല്ലേ, ഔദ്യോഗികമായിട്ട് തന്നെ. സന്ധ്യ ഒരു കാര്യം ചെയ്യൂ, സാലറി ആണെങ്കിൽ 1 രൂപ ഇട്ട് അയച്ചേക്ക്. 1 രൂപയുണ്ടോ അക്കൗണ്ടിൽ? ബാക്കി ഒറ്റ രൂപ അത് അയച്ച് കൺഫേം ചെയ്തോ മതി. പിന്നെ ബാക്കി ചെയ്താൽ മതി. അത് കൺഫർമേഷൻ കിട്ടാണ്. എൻ്റെ ദൈവമേ, ക്ഷമിച്ച് ഗുരുവേ, 1 രൂപയില്ലെങ്കിൽ ഞാൻ ക്ഷമിച്ച്, എനിക്കൊന്നും പറയാനില്ല. അത് നിങ്ങൾ ഞാൻ ഇന്നലെയാണത് മനസ്സിലാക്കിയത്. ഗവൺമെന്റ് എംപ്ലോയീസിന്റെ ഒരു വിഷയം 30-ാം തീയതി ഉള്ളതൊക്കെ എടുത്തു പോലെ 0 ആക്കി കളയും. ശ്രദ്ധിക്കണം. ഞാൻ ഈ ഒരു കാര്യം മണി മാനിഫെസ്റ്റേഷൻ കോഴ്സിൽ, മണി മാനിഫെസ്റ്റേഷനിൽ വളരെ സ്ട്രിക്റ്റ് ആയിട്ട് പഠിപ്പിക്കുന്ന ഫീസ് ഞാൻ എഴുതിയിടാം. 199 ആണ്, അതായത് 2000 ആണ്. 199 ആണ്. ഗൂഗിൾ പേ നമ്പർ 7511107924. മണി മാനിഫെസ്റ്റേഷൻ കോഴ്സിൽ വളരെ സ്ട്രിക്റ്റ് ആയിട്ട് ഞാൻ പഠിപ്പിക്കുന്ന കാര്യമാണ്. ബാങ്ക് അക്കൗണ്ട് ആൻഡ് യുവർ വാലറ്റ് ഷുഡ് നോട്ട് ബി 0 എനി ടൈം. ഒരു കാരണവശാലും നിങ്ങളുടെ കയ്യിലുള്ള വാലറ്റും നിങ്ങളുടെ ബാങ്ക് അക്കൗണ്ടും 0 ആവരുത്. അത് ഏത് എക്സ്റ്റെൻഡ് വരെ പോയി കഴിഞ്ഞാലും അങ്ങനെ ഉപയോഗിക്കാനുള്ള പെർമിഷൻ നിങ്ങൾക്കില്ല. നോക്കൂ, ഞാൻ പലപ്പോഴും പറയാറുണ്ട്, നിങ്ങൾ ഒരു ഗ്ലാസ് വെള്ളം കുടിക്കുന്നുണ്ടെങ്കിൽ, ഒരു ഗ്ലാസ് എടുക്കുന്നുണ്ടെങ്കിൽ, നിങ്ങൾ ഉപയോഗിക്കുന്നതാണെങ്കിൽ അതിലെപ്പോഴും വെറ്റുണ്ടാവണം. ഡ്രൈ ആവരുത് ആ സാധനം. ഏതൊരു സാധനത്ത് അത് വറ്റിപ്പോവും. പിന്നെ അവിടെ വറ്റിപ്പോകുന്ന രീതിയിൽ ഒരിക്കലും ചെയ്യരുത്. അത് നിങ്ങൾ ഗവൺമെന്റ് എംപ്ലോയി ആയാലും നിങ്ങൾ എന്ത് സിസ്റ്റം ആയാലും അതിനൊരു അൾട്ടർനേറ്റ് സിസ്റ്റം കണ്ടെത്തിയേ പറ്റുള്ളൂ. ദാറ്റ് ഈസ്, ഒരിക്കൽ നിങ്ങൾ ദാരിദ്ര്യത്തിലേക്ക് പോയാൽ എഴുന്നേറ്റ് വരൽ എന്താ പറയുക, വളരെ പ്രയാസം പിടിച്ച കാര്യമാണ്. അതുകൊണ്ട് ചെയ്യാൻ പറ്റും. ഗൂഗിൾ പേ ഇല്ലെങ്കിൽ ബാങ്ക് ട്രാൻസ്ഫർ, സലീം, യു ജസ്റ്റ് കോൺടാക്ട് അഡ്മിൻ. No, Sudhish, you are okay. You already into that course, no? What is there? Salim, ഒന്ന് അഡ്മിനെ കോൺടാക്ട് ചെയ്താൽ മതി. ഇത് കഴിഞ്ഞിട്ട് എനിക്കിപ്പോൾ ഇവിടെ നിന്ന് ബാങ്ക് അക്കൗണ്ട് ഡീറ്റെയിൽസ് ഷെയർ ചെയ്യാൻ പറ്റില്ല കേട്ടോ. സലീം, ഇത് കഴിഞ്ഞിട്ട് അഡ്മിൻ നമ്പർ അറിയാമല്ലോ, അല്ലെങ്കിൽ അഡ്മിൻ 7510792454. 15 സാലറി വരുമ്പോൾ നമുക്ക് അടുത്ത ഓഫറിൽ നോക്കാം. ഓക്കെ, നമുക്ക് ക്ലാസ്സിൽ കിടക്കാം അല്ലേ? ഓക്കെ എവരിബഡി, ഓക്കെ. ഔദ്യോഗികമായിട്ട് തുടങ്ങുകയാണ്. എല്ലാവർക്കും വൺസ് അഗെയിൻ ഈ സായം സന്ധ്യയിലേക്ക്. സന്ധ്യ എന്ന് പറഞ്ഞപ്പോൾ രാവിലെയാണ് അവിടെ യൂട്യൂബ് കാണുന്നത്. അപ്പോൾ ഒരു സാറ് ഞായറാഴ്ചത്തെ ക്ലാസ് തിങ്കളാഴ്ച ഇട്ടപ്പോൾ ആൾക്കാർ പറഞ്ഞു, സാറേ ഇന്ന് ഞായറാഴ്ചയല്ല തിങ്കളാഴ്ചയാണ്. പക്ഷെ നമ്മൾ ഇട്ട ക്ലാസ് ഞായറാഴ്ചത്തെയാണ്. അപ്പോൾ എല്ലാവർക്കും ഒന്നുകൂടി സിജി കോണ്ടാക്ട് അഡ്മിൻ, വിൽ ഡു ദാറ്റ്. ഈ കാര്യം പറഞ്ഞത് അഡ്മിനോട് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് നോക്കാം. അപ്പോൾ ഒന്നുകൂടി എല്ലാവരെയും സ്വാഗതം ചെയ്യുകയാണ് ഇന്നത്തെ സെഷനിലേക്ക്.
നമുക്ക് ക്വിക്കായിട്ട് ഇന്നത്തെ കാര്യത്തിലേക്ക് പോകാം. എവരിബഡി റെഡി? മറന്നുപോയല്ലേ? ഇവിടെ കുറച്ച് പ്രൊസീജിയേഴ്സ് ഉണ്ട്. കൃഷ്ണകുമാർജി, ഇവിടെ കുറച്ച് പ്രൊസീജിയേഴ്സ് ഉണ്ട്. റെഡി എല്ലാം 100 എണ്ണത്തിൽ റെഡി വന്നാൽ മാത്രമേ തുടങ്ങുള്ളൂ. പിന്നെയാണ് ആ സാധനം പോകുന്നത്. യെസ് 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 യെസ്, കമാൺ കമാൺ. സത്യം കുറേ ആൾക്കാർ പുറത്ത് നിൽക്കുന്നുണ്ട്, കയറി വരാൻ പറ്റുന്നില്ലെന്ന് പറഞ്ഞിട്ട്. എന്ത് ചെയ്യാലേ? നമുക്കൊന്നും ചെയ്യാൻ പറ്റില്ല. യെസ്, താങ്ക് യു താങ്ക് യു താങ്ക് യു. അപ്പോൾ നിങ്ങൾക്ക് ഞാൻ ഒറ്റ ചോദ്യം ചോദിക്കാം, അതിനും കൂടി ഉത്തരം പറയുക. നമ്മൾ ഇന്നത്തെ സബ്ജക്റ്റ് എന്താണ്? സ്വപ്നങ്ങൾ കാണാത്തവർ ആരുണ്ട്? സ്വപ്നങ്ങൾ കാണാത്തവർ ആരുണ്ട്? അല്ലെങ്കിൽ ഞാനിവിടെ കുറച്ച് മാറ്റാം, സ്വപ്നങ്ങൾ കാണുന്നവർ ആരൊക്കെയുണ്ട്? ജസ്റ്റ് പറയുക. ഞാൻ, മീ 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 മീ. പോരട്ടെ പോരട്ടെ പോരട്ടെ. സ്വപ്നങ്ങൾ കാണുന്നവർ മാത്രമേ പറയാവൂ. സ്വപ്നങ്ങൾ കാണുന്നവർ മാത്രമേ പറയാവൂ. ഞാൻ യെസ്. GPay ലിമിറ്റ് കഴിഞ്ഞാൽ നാളെ ചെയ്തോളൂ കേട്ടോ. ഒന്ന് ഇൻഫോം ചെയ്താൽ മതി. എല്ലാവരും ഉണ്ട്. എന്നാൽ അടുത്തൊരു ചോദ്യം കൂടി ആയാലോ? നിങ്ങൾ കണ്ട സ്വപ്നം എന്താണെന്ന് എഴുതാമോ? നിങ്ങൾ ഇപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്ന സ്വപ്നം എന്താണെന്ന് എഴുതാമോ? നിങ്ങളെല്ലാം സ്വപ്നം കണ്ടവരെല്ലാം ഉണ്ടല്ലേ? കണ്ടുകൊണ്ടിരിക്കുന്ന സ്വപ്നം എഴുതാൻ പറ്റുമോ? ജസ്റ്റ് ട്രൈ നോക്കിയൊന്ന്. വലിയ കാര്യമാണെന്ന് പറയരുത്. ഞാൻ ബംഗ്ലാവ് വാങ്ങിച്ചു, കാറ് മേടിച്ചു, കല്യാണം കഴിച്ചു, കുട്ടികളായി, ഇങ്ങനെയുള്ള സ്വപ്നം കണ്ട് കുറച്ച് ചെറിയത് മതി. നമുക്കിപ്പോൾ കുറച്ച് മതി. വലുതൊക്കെ നിങ്ങളവിടെ വെച്ചോളൂ, ഇരിക്കട്ടെ. യെസ് 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 യെസ്. സുരേഷ് ജി, ബെറ്റർ ലൈഫ് എന്ന് പറഞ്ഞിട്ട് സ്വപ്നം ഉണ്ടാവില്ല. there will be a particular visualization for the dream. Dream is always a visualization, അല്ലേ? ഡ്രീമിൽ നിങ്ങൾ കാഴ്ചകളാണ് കാണുന്നത്. അതാണ് ഡ്രീം എന്ന് പറയുന്നത്. എന്താണോ നിങ്ങൾ കണ്ട കാഴ്ച, അതാണ് ഡ്രീം എന്ന് പറയുന്നത്. എന്താണോ നിങ്ങളുടെ തോട്ട്സ് എന്താണോ, അതല്ല ഡ്രീം. രണ്ടും വ്യത്യസ്തമാണ്. അത് മനസ്സിലാക്കണം. നിങ്ങൾ ചിന്തകളല്ല സ്വപ്നങ്ങൾ. സ്വപ്നങ്ങൾ എന്ന് പറയുന്നത് നിങ്ങൾ കാണുന്നതാണ്. അതായത് ഉറങ്ങുമ്പോഴോ ബോധം നിൽക്കുമ്പോഴോ നിങ്ങൾ കാണുന്ന ഒരു കാഴ്ചയുണ്ട് നിങ്ങളെ. അതാണ് നിങ്ങളുടെ ഡ്രീം. ആ ഒരു ഡ്രീമാണ് ഞാൻ ചോദിച്ചത്. നോ, ബെറ്റർ വേർഷൻ ഓഫ് മീ, ഇറ്റ് ഈസ് നോട്ട് എ ഡ്രീം, ഇറ്റ്സ് എൻ എയിം. ഇറ്റ്സ് എയിം മാത്രമാണ്. എവിടെയാണ് നമ്മുടെ ഇന്നത്തെ സബ്ജക്റ്റ് ഇരിക്കുന്നത് അല്ലേ? ഞാൻ പറയാറില്ലേ, നമ്മൾ എന്തുകൊണ്ട് നമുക്കതാവാൻ സാധിക്കുന്നില്ല എന്നതിൻ്റെ പ്രധാനമായ വിഷയം എന്തുകൊണ്ട് നമുക്കതാവാൻ സാധിക്കുന്നില്ല എന്നതിൻ്റെ പ്രധാന വിഷയം നമ്മളത് കാണുന്നില്ല എന്നുള്ളതാണ്. നമ്മൾക്കത് മനസ്സിലാക്കാൻ സാധിക്കുന്നില്ല. ആഗ്രഹമുണ്ട്, പക്ഷെ അതായി തീരണം. ലോ ഓഫ് അട്രാക്ഷന്റെ ഫണ്ടമെന്റൽ ആയിട്ടുള്ള നിയമമാണ് നിങ്ങൾ അതായി തീരുക എന്നുള്ളത്. എങ്ങനെയാണ് അതായി തീരുക? ഞാൻ ഇന്ന് ഇരിക്കുന്ന സീൻ, ഈ ഇരിക്കുന്ന അവസ്ഥ ഞാൻ കാലങ്ങൾക്ക് മുമ്പേ സ്വപ്നം കണ്ടതാണ്, അല്ലെങ്കിൽ എൻ്റെ മനസ്സിൽ പതിഞ്ഞതാണ്. ഇതാണ് ഞാൻ ഇന്ന് ഇരിക്കുന്ന അവസ്ഥ. അങ്ങനെ നിങ്ങൾക്ക് നാളെ എന്തെങ്കിലും ആവണമെങ്കിൽ, എൻ്റെ ബെറ്റർ പേഴ്സൺ ഓഫ് മൈസെൽഫ് എന്ന് പറയണമെങ്കിൽ, ഐ ഷുഡ് മേക്ക് എ ഫിഗർ ഓഫ് ദാറ്റ്. ആ സമയത്ത് ഞാൻ ഇട്ടിരിക്കുന്ന വസ്ത്രം, ഞാൻ ഉപയോഗിക്കുന്ന വാച്ച്, ഞാൻ ഉപയോഗിക്കുന്ന കണ്ണട, ഞാൻ ഉപയോഗിക്കുന്ന സകല സാധനങ്ങളും എൻ്റെ മനസ്സിൽ പതിയണം. എങ്കിൽ മാത്രമേ ഇത് നമ്മളിലേക്ക് വരികയുള്ളൂ എന്നറിയുക. അതുകൊണ്ടാണ് ഞാൻ സ്വപ്നത്തെ പറ്റി പറഞ്ഞത്. ഈ സ്വപ്നവും നിങ്ങളുടെ ചിന്തകളും തമ്മിൽ, that's good thing. ജയൻ പറഞ്ഞത്, സ്വപ്നങ്ങളും നിങ്ങളുടെ ചിന്തകളും ഒരുപോലെയല്ല. ചിന്തകളല്ല സ്വപ്നങ്ങൾ, അല്ലെങ്കിൽ നമ്മൾ എന്താണോ ഇങ്ങനെ വിചാരിക്കുന്നതല്ല സ്വപ്നങ്ങൾ. സ്വപ്നങ്ങൾ നിങ്ങൾ കാണുന്നതാണ്. അതാണെങ്കിൽ ഇപ്പൊ പറയാൻ പറ്റും, നിങ്ങൾ കാണുന്ന സ്വപ്നം ഒന്ന് പറയും. അത്ര പേരുണ്ട്. ഞാൻ ഇന്ന സ്വപ്നമാണ് കണ്ടത്.
സംബഡി സെഡ് ഐ ആം എ ബില്യണിയർ. ആ ബില്യണിയർ ചോദിച്ചു കഴിഞ്ഞാൽ നിങ്ങൾ ബില്യണിയർ ആയപ്പോൾ നിങ്ങൾ എങ്ങനെയാണ്, നിങ്ങൾ എന്താണ് നിങ്ങൾ ഉപയോഗിക്കുന്നത്? ഒരു ബില്യണിയർ വെറുതെ ഇരിക്കില്ലല്ലോ. ഒരു ബില്യണിയർ ഹാവ് സം സെറ്റ് ഓഫ് മൈൻഡ് സെറ്റ്, സം കൈൻഡ് ഓഫ് ആറ്റിറ്റ്യൂഡ്. ദാറ്റ് ആറ്റിറ്റ്യൂഡ് യു നീഡ് ടു ബി ദാറ്റ്. എന്നാൽ മാത്രമേ ബില്യണിയർ ആവുള്ളൂ. അപ്പോൾ സ്വപ്നത്തിന്റെ പ്രധാനം ഇതാണ്. എന്തുകൊണ്ട് ഞാനിത് പറയുന്നു എന്ന് പറഞ്ഞാൽ, നമ്മൾക്ക് പലപ്പോഴും, ഞാൻ നേരത്തെ വാക്കിനെ പറഞ്ഞ പോലെ തന്നെയാണ് വിഷയം. വാക്ക് എങ്ങനെയാണ് നമ്മൾ ഉപയോഗിക്കുന്നത് അതുപോലെ തന്നെയാണ്. എനിക്ക് രക്ഷപ്പെടണം പറയുന്ന വാക്കാണ്. സാറ് എനിക്ക് രക്ഷപ്പെടണം. എങ്ങോട്ട്? വേർ യു വോണ്ട് രക്ഷപ്പെടണം? എന്താണ് അതിന്റെ മീനിങ്? നിങ്ങൾ ആ കാര്യം ആലോചിച്ചോ? എനിക്ക് രക്ഷപ്പെടണം. ഓക്കെ, നിങ്ങൾ രക്ഷപ്പെടാൻ ഉദ്ദേശിക്കുന്നത് എനിക്ക് നല്ലതാവണമെന്നാണ് നിങ്ങൾ പറയുന്നത്, എനിക്ക് മനസ്സിലായി. എന്താണ്, എവിടേക്കാണ് നല്ലതാവേണ്ടത്? എന്താണ് ആയി തീരേണ്ടത്? എത്ര രൂപ ശമ്പളമുള്ള ജോലിയാണ് വേണ്ടത്? ഓക്കെ, എനിക്ക് 50,000 രൂപ ശമ്പളമുള്ള ജോലി അല്ലെങ്കിൽ 1,00,000 രൂപ ശമ്പളമുള്ള ജോലി വേണം. അവിടെ നിങ്ങൾ എന്ത് പണിയാണ് എടുക്കുന്നത്? അല്ല, അതൊന്നുമില്ല. എനിക്ക് MS ഓഫീസ് അറിയില്ല, എനിക്ക് കമ്പ്യൂട്ടർ അറിയില്ല, എനിക്ക് അങ്ങനെ ഭാഷയൊന്നും അറിയില്ല, പക്ഷെ എനിക്ക് 1,00,000 രൂപ ശമ്പളം കിട്ടണം. ഏതെങ്കിലും കമ്പനി കൊടുക്കുമോ? അങ്ങനെ സാധ്യമുണ്ടോ എവിടെയെങ്കിലും? നമുക്ക് ആ പൊസിഷൻ വേണമെങ്കിൽ വി ഷുഡ് ട്രെയിൻ അവർ സെൽഫ്. നമുക്ക് അവിടെ ഇരിക്കുന്ന നമ്മൾ അറിയണം, കാണണം. ഞാനിവിടെ വന്നിട്ട് വെറുതെ ഇരിക്കണം, നിങ്ങൾക്കല്ല സുഖം ആണല്ലോ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നിങ്ങൾ 100 പേരെ വിളിച്ചു വരുത്താൻ രണ്ടാമത്തെ ദിവസം എത്ര പേരുണ്ടാവും? നിങ്ങളൊന്നും പറയില്ല, എല്ലാവരും വേണ്ടിയിരിക്കും. രണ്ടാമത്തെ ദിവസം എത്ര പേരുണ്ടാവും? എങ്ങനെ? ഞാനിവിടെ നിന്ന് ഇത്രയും ഹൈ എനർജിയിൽ നിങ്ങൾക്ക് ഡെലിവറി ചെയ്തില്ലെങ്കിൽ നിങ്ങൾ എത്ര പേരുടെ അടുത്ത് വരും? ഞാൻ എന്തെങ്കിലും തന്നാൽ നിങ്ങൾ വരുമോ? സ്വാഭാവികമായിട്ടുണ്ടാവില്ല. അപ്പോൾ ഡ്രീം എന്ന് പറയുന്നത് നിങ്ങൾ അതായി തീരുന്ന കാണുന്ന കാഴ്ചയും പിന്നെ സംഭവിക്കുന്നത് നിങ്ങൾ അങ്ങനെ. ഞാൻ ഒരു ഉദാഹരണം എൻ്റെയൊക്കെ ജീവിതത്തിൽ എനിക്ക് ചിലപ്പോൾ ചിന്തിച്ചു പോകാൻ, പഴയ കാലത്ത് നമ്മൾ ഈ സിനിമ കണ്ടുവരുമ്പോഴേ, ചെറിയ പ്രായത്തിൽ, ഇപ്പൊ അത്രയും ഉണ്ടാവില്ല, എന്നാലും ചെറിയൊരു ടെൻഡൻസി ഉണ്ടാവും. നല്ല അടിപിടിയൊക്കെ ഉള്ള സിനിമകളൊക്കെ, ഇപ്പം ആൺപിള്ളേരുടെ വിഷയമാണ്, അടിപിടിയൊക്കെ കണ്ട് സിനിമ പുറത്തിറങ്ങിയപ്പോൾ നമ്മൾക്ക് ശരീരം ആകെ ഭയങ്കര പോരിത്തരിപ്പ്. യെസ്, കമോൺ, ചിങ് ചാങ് ചിങ് എന്നൊക്കെ പറഞ്ഞ് നമ്മളിങ്ങനെ അടിച്ചുകൊണ്ടിരിക്കും ഇല്ലേ? ഇങ്ങനെ സംഭവിച്ചിട്ടില്ല എല്ലാവർക്കും? ഇതുപോലെ നമ്മൾ കണ്ട സ്വപ്നത്തിനനുസരിച്ച് നമ്മൾ ജീവിക്കാൻ തുടങ്ങണം. അങ്ങനെയാണ് മാറ്റപ്പെടുത്തുക. നമ്മളൊരു സ്വപ്നം കണ്ടു, അതിങ്ങനെ ഞാൻ എന്തോ കണ്ടു, അതല്ല സ്വപ്നം. അത് കണ്ടു കഴിഞ്ഞാൽ അത് നിങ്ങൾക്ക് കറക്റ്റ് ആണെങ്കിൽ എല്ലാ രീതിയിൽ നമ്മൾ മാറണം. അപ്പോൾ ആൾക്കാർ ചിന്തിക്കോ, ഞാൻ കോടീശ്വരനായ സ്വപ്നം കണ്ടു, ബെൻസ് കാറിൽ പോകുന്ന സ്വപ്നം കണ്ടു. പിറ്റത്തെ ദിവസം പറയുന്നത്, ഞാൻ ഈ നാട്ടിൽ ബെൻസ് കാർ മേടിച്ചാൽ ആൾക്കാരെന്ത് വിചാരിക്കും? അയൽവക്കക്കാരൻ എന്ത് പറയും? അയ്യോ, അവര് കണ്ണു വെക്കുവേ, അവര് എന്താ പറയാ, വേറെ എന്തൊക്കെ പറയുമല്ലോ, ഇതൊക്കെ പറയും. ഇതൊക്കെ ചിന്തിച്ചിട്ട് ഉള്ളത് ഇല്ലാതാക്കി കളയും. ഇതൊന്നും അല്ല സ്വപ്നം കേട്ടോ. യെസ്. അപ്പോ ഇത് വളരെ ശ്രദ്ധിക്കേണ്ട കാര്യമാണ്. അപ്പോൾ എല്ലാവർക്കും സ്വപ്നമുണ്ട്. സ്വപ്നമില്ലാത്ത ഒരാൾ ഇവിടെ ഇല്ല എന്നുള്ളതാണ് യാഥാർത്ഥ്യം. പക്ഷേ ആ സ്വപ്നത്തെ നമുക്ക് റെക്കഗ്നൈസ് ചെയ്യാൻ പറ്റുന്നില്ല എന്നതാണ്. സ്വപ്നമില്ലാത്ത ഒരാളും ഇവിടെ ഉണ്ടെന്ന് പറയാൻ പറ്റില്ല. ഞാനും സ്വപ്നം കാണുന്നുണ്ട്, നിങ്ങളും സ്വപ്നം കാണുന്നുണ്ട്, കുട്ടികൾ സ്വപ്നം കാണുന്നുണ്ട്, മുതിർന്നവർ സ്വപ്നം കാണുന്നുണ്ട്, അച്ഛന്മാർ വലിയ വലിയ വയസ്സായവർ സ്വപ്നം കാണുന്നുണ്ട്. ഇത് നമ്മുടെ മസ്തിഷ്കത്തിന്റെ ഒരു പ്രവർത്തനമാണ്. ഡ്രീം എങ്ങനെയാണ് സംഭവിക്കുന്നത് ഞാൻ മറ്റൊരു രീതിയിൽ പറയാം. ഫ്രീക്വൻസിയെ പറ്റിയൊക്കെ പറഞ്ഞ് നിങ്ങൾ സമയം കളയുന്നില്ല. ഇതെല്ലാവർക്കും ഉണ്ട്. പക്ഷേ നമ്മുടെ ജീവിതത്തെ പ്രചോദിപ്പിക്കുന്നതും മുന്നോട്ട് നയിക്കുന്നതുമായ സ്വപ്നങ്ങളെയാണ് നമുക്ക് ആവശ്യമുള്ളത്. ആ സ്വപ്നങ്ങൾ മാത്രമേ നമ്മൾ ശ്രദ്ധിക്കേണ്ടതുള്ളൂ. ചില ആൾക്കാർ പറയാറുണ്ട്, സാറേ ഞാൻ ഇന്നലെ രാത്രി പാമ്പിനെ സ്വപ്നം കണ്ടു. അതിന്റെ ഒരു പ്രയോജനം നമുക്കില്ല. ലീവ് ഇറ്റ്. വി ഡോണ്ട് വാണ്ട് ടു ബി ദാറ്റ്. ആർക്കും പാമ്പിനെ സ്വപ്നം കണ്ട ബോധപ്പെടേണ്ട ആവശ്യമുണ്ട്? ഇല്ലല്ലോ. നിങ്ങൾ ഓടി കാറിൽ പോയി ഇറങ്ങുന്നത് കണ്ടു കഴിഞ്ഞാൽ ആഹാ, ദിസ് ഇസ് വാട്ട് ഐ നീഡ്. അങ്ങനെ, അതായത് നമ്മളെ പ്രചോദിപ്പിക്കുന്നതും നമ്മളെ പ്രവർത്തിപ്പിക്കാൻ പ്രേരിപ്പിക്കുന്നതുമായിരിക്കണം സ്വപ്നങ്ങൾ. ആ സ്വപ്നങ്ങളുടെ പിറകെ പോയവർ മാത്രമേ ജീവിതത്തിൽ രക്ഷപ്പെട്ടിട്ടുള്ളൂ. ദ പേഴ്സൺ ഹു ചേസ് ഹിസ് ഡ്രീംസ്, അവൻ മാത്രമാണ് രക്ഷപ്പെട്ടിട്ടുള്ളത്. അല്ലാതെ സ്വപ്നങ്ങൾ അവിടെയും ഞാൻ ഇവിടെ ഇരുന്ന് രക്ഷപ്പെട്ട എന്ന് പറഞ്ഞു നിന്നവനല്ല രക്ഷപ്പെട്ടില്ല. അതിന് ചേസ് ചെയ്യണം, അതിലേക്ക് അടുക്കണം അവൻ. ചിലരുടെ സ്വപ്നങ്ങൾ എങ്ങനെയാണ്? പറഞ്ഞുകൊണ്ടേയിരിക്കും. മറ്റു ചിലവർ മനസ്സ് സൂക്ഷിക്കുക. എങ്ങനെയായാലും സ്വപ്നം യാഥാർത്ഥ്യമാവുക തന്നെ ചെയ്യും. യാതൊരു ഡൗട്ടും ഇല്ല, എല്ലാവർക്കും ഉണ്ടല്ലോ. പക്ഷെ സ്വപ്നം കാണുന്നത് നമ്മൾ നിർത്തിവെച്ചതാണ് നമ്മുടെ വിഷയം.
മുതിർന്നതായി മാറുമ്പോൾ സ്വപ്നം കാണുന്നതൊക്കെ നമ്മൾ നിർത്തിവെച്ചു. നമ്മൾ സീരിയലിന്റെ പിറകെയും അടുത്ത വീട്ടിലെ കഥകളുടെ പിറകെയും മറ്റു സബ്ജക്റ്റിലും രാഷ്ട്രീയ ചർച്ചകളിലും ഒക്കെ നമ്മളെ പോയി പെടുത്തി സ്വപ്നങ്ങളെ നമ്മൾ മറന്നു. പിന്നെയും ഇതുപോലെ സ്ഥലത്ത് മോട്ടിവേഷൻ വന്ന് നിൽക്കുമ്പോൾ ഞങ്ങളെപ്പോലുള്ള ആൾക്കാർ പറയുമ്പോൾ വേണം, യെസ് കം ഓൺ, 5 days 10 days 15 days കഴിയുമ്പോൾ എല്ലാം മടക്കി പൂട്ടി വീണ്ടും തിരിച്ചു പഴയിലേക്ക് പോയി. എളുപ്പമാണ് സുഹൃത്തുക്കളെ തിരിച്ചു പോകാൻ. വെറുതെ ഇരിക്കാൻ എല്ലാവർക്കും എളുപ്പമാണ്. പണിയെടുക്കാൻ മാത്രമേ, പ്രയത്നിക്കാൻ മാത്രമേ വിഷമമുള്ളൂ. പ്രയത്നിക്കാതെ ഒരാൾക്കും ഇന്നേ വരെ ഒന്നും കിട്ടിയിട്ടില്ല. കിട്ടിയതൊട്ട് നിലനിന്നിട്ടുമില്ല. കിട്ടിയിട്ടുണ്ട്, നിലനിന്നിട്ടില്ല. പ്രവർത്തിക്കണം. അതെന്താണ്? നമ്മുടെ ആഗ്രഹത്തിനനുസരിച്ച് പ്രവർത്തിക്കണം. മറ്റുള്ളവർക്ക് വേണ്ടി പ്രവർത്തിക്കുകയല്ല ചെയ്യണം. നിങ്ങൾ ഏത് കമ്പനിയിൽ പോയി ജോലി ചെയ്തോളൂ, ഏത് പൊസിഷനിൽ പോയി ജോലി ചെയ്തോളൂ, എന്ത് വേണമെങ്കിൽ ചെയ്തോളൂ, എന്ത് പണി വേണമെങ്കിൽ എടുത്തോ. പക്ഷേ നിങ്ങൾക്ക് വേണ്ടിയായിരിക്കണം അത് ചെയ്യുന്നത്. നിങ്ങളെ പ്രചോദിപ്പിക്കുന്നതിനായിരിക്കണം ചെയ്യുന്നത്. There should be a reason why I am doing this work. This is for me. Why for me? I am getting compensated. I am getting compensated for this. എനിക്കിതിൽ നിന്നും കിട്ടുന്നു. എന്താണ്? ധനം അല്ലെങ്കിൽ മറ്റെന്തെങ്കിലുമൊക്കെ എനിക്ക് കിട്ടുന്നതിന് മാത്രമേ ചെയ്യാറുള്ളൂ. എല്ലാവരും അങ്ങനെ ചെയ്യാറുള്ളൂ. നിങ്ങൾ ആലോചിച്ച് നോക്കുക. നിങ്ങൾ എല്ലാ ദിവസവും ഫോൺ എടുത്തിട്ട് എന്തിനാണ് റീൽസ് കാണുന്നത്? എന്തോ ഒന്ന് നിങ്ങൾക്ക് അതിൽ കിട്ടുന്നുണ്ട് അല്ലേ? അല്ലാതെ കാണില്ലല്ലോ. പക്ഷെ എന്ത് കിട്ടുന്നു എന്ന് ചിന്തിച്ചിട്ടുണ്ടോ? ഈസ് ഇറ്റ് ഗുഡ് ഫോർ മീ ഓർ ബാഡ് ഫോർ മീ? ഇത് ശ്രദ്ധിക്കാതെയാണ് നമ്മൾ പല കാര്യങ്ങളും ചെയ്യുന്നത് അല്ലെ? ഇത് നിർത്തുക. നമ്മൾ സ്വപ്നങ്ങൾ യാഥാർത്ഥ്യമാകണോ എന്നതാണ് ചോദ്യം. നിങ്ങൾക്ക് നിങ്ങളുടെ സ്വപ്നങ്ങൾ യാഥാർത്ഥ്യമാകണോ? ടൈപ്പ് ചെയ്യൂ. നിങ്ങൾക്ക് നിങ്ങളുടെ സ്വപ്നങ്ങൾ യാഥാർത്ഥ്യമാകണം. യെസ് യെസ് ആണ് യെസ് പറയൂ, നോ ആണെങ്കിൽ നോ. എല്ലാവരും യെസ്സേ പറയുള്ളൂ എന്ന് എനിക്കറിയാം. എന്നാലും ചോദിച്ചത് അല്ലേ? നിങ്ങൾക്ക് നിങ്ങളുടെ സ്വപ്നങ്ങൾ യാഥാർത്ഥ്യമാകും എങ്കിൽ നിങ്ങൾ ഇപ്പോൾ പുസ്തകം എടുക്കുക സുഹൃത്തുക്കളെ. എല്ലാവരും നിങ്ങളുടെ ബുക്ക് എടുക്കുക. ഞാൻ മിനിയാന്നൊരു ദിവസം പറഞ്ഞിരുന്നു നിങ്ങളുടെ സ്ട്രെങ്ത്തും ദൗർബല്യങ്ങളും എഴുതാൻ. ഒരുപാട് ആൾക്കാർ എഴുതി ഗ്രൂപ്പിലിട്ടു. ഞാൻ സന്തോഷത്തോടു കൂടി സ്വീകരിക്കുന്നു. യു ആർ സ്റ്റാർട്ടഡ് ടേക്കിംഗ് ആൻ ആക്ഷൻ. ഇത്തരം ആക്ഷനിലൂടെയാണ് മാറ്റപ്പെടുക. ഇത്തരം ആക്ഷനിലൂടെയാണ് നിങ്ങൾക്ക് മാറ്റം ഉണ്ടാവുക. ബട്ട് നോട്ട് ഫോർ 1 day. ദിസ് ഈസ് നോട്ട് ഫോർ വാട്ട് ദിനേശ് സാറ് പറഞ്ഞത് കൊണ്ടല്ല. അങ്ങനെയല്ല ചെയ്യേണ്ടത്. നിങ്ങൾക്ക് വേണ്ടിയാണ്. ഇന്നലെ മുതൽ മിനിയാന്ന് നിങ്ങൾ തുടങ്ങിയ മുതൽ നിങ്ങളെ മാറ്റപ്പെടാൻ നിങ്ങൾ പ്രതിജ്ഞ എടുത്തവരാണ്, പ്രതിജ്ഞാബദ്ധരാണ്. അതുകൊണ്ട് ഓരോ ദിവസവും ചെയ്യണം. എന്നിട്ട് എനിക്ക് എത്ര സ്ട്രെങ്ത് ഉണ്ടായി എന്ന് നമ്മുടെ പ്രിയ സുഹൃത്ത് ഞങ്ങളുടെ ഗ്രൂപ്പിൽ പറഞ്ഞപ്പോൾ ഞാൻ കേട്ട വാക്കാണ്. ഞാനിത് എഴുതി നോക്കിയപ്പോഴാണ് സാറേ എനിക്ക് മനസ്സിലായത്, ഓരോ ദിവസവും എൻ്റെ സ്ട്രെങ്ത് കൂടി വരികയും എൻ്റെ ദൗർബല്യങ്ങൾ കുറഞ്ഞു വരികയും ചെയ്യുന്നു ഓരോ ദിവസവും ഇത് എഴുതുമ്പോൾ. അതുകൊണ്ട് ഒരു ദിവസത്തെ പ്രക്രിയയല്ല, എല്ലാ ദിവസവും. ഞാൻ ഇന്നലെ പറഞ്ഞു ഓൺ ടൈമിനെ പറ്റി പറഞ്ഞു അല്ലേ? അവർക്ക് വേണ്ടി മാത്രമുള്ള സമയത്തെ പറ്റി പറഞ്ഞു. ശ്രദ്ധിക്കുക. അതേ സമയം ഇതിനു വേണ്ടി ഉപയോഗിക്കാം. നിങ്ങൾ ഇന്നും എഴുതി, ഇന്നലെ മിനിയാന്ന് എഴുതി വീണ്ടും എഴുതൂ. ഇന്നേക്ക് നിങ്ങളിൽ മാറ്റം ഉണ്ടായിട്ടുണ്ടാവുമെന്ന് ഞാൻ ഗ്യാരണ്ടി തരുന്നു. നിങ്ങൾ മിനിയാന്ന് എഴുതിയ ദൗർബല്യവും ഇന്ന് നിങ്ങൾ ആലോചിക്കുന്ന ദൗർബല്യവും തമ്മിൽ മാറ്റം ഉണ്ടായിട്ടുണ്ട് എന്ന് തന്നെ. ഏതെങ്കിലും ഒരെണ്ണെങ്കിലും അതിൽ കുറഞ്ഞിട്ടുണ്ടാവും. ഇത് ഗ്യാരണ്ടീഡാണ്. ഇതാണ് സൈക്കോളജി. സംഭവിച്ചു തന്നെയിരിക്കും. ഇല്ലെങ്കിൽ ഇവിടെ വന്നിരുന്നതിക്ക് മാറ്റം ഉണ്ടാവില്ല. അപ്പോൾ ഇത് ശ്രദ്ധിക്കുക. വലിയ സ്വപ്നങ്ങൾ നിങ്ങൾക്കുണ്ടെങ്കിൽ, ആരും പറഞ്ഞില്ലേ സ്വപ്നങ്ങൾ ഉണ്ടല്ലോ നിങ്ങൾക്ക് എല്ലാവർക്കും? യാഥാർത്ഥ്യമാക്കണം അല്ലേ? എങ്കിൽ പെന്നും പേപ്പറും എടുക്കുക, എഴുതുക. എന്താണ് നിങ്ങളുടെ സ്വപ്നം? നിങ്ങൾ കണ്ട സ്വപ്നം എന്താണ്? അല്ലെങ്കിൽ കാണാൻ ഉദ്ദേശിച്ച സ്വപ്നം എന്താണ്? അതായിക്കോട്ടെ. നിങ്ങൾ കാണാൻ ആഗ്രഹിക്കുന്ന സ്വപ്നം എന്താണെന്ന് എഴുതുക. ഇതിന് കാണാൻ ആഗ്രഹിക്കുന്ന സ്വപ്നങ്ങൾ വെറും യാഥാർത്ഥ്യമാവില്ല. സ്വപ്നങ്ങൾ ഉണ്ടായിക്കഴിഞ്ഞാൽ, ഒന്നാമത്തെ ഞാൻ പറയുന്ന വിഷയം സ്വപ്നങ്ങൾ ഉണ്ടാവാനാണ് വിഷമം. യഥാർത്ഥ സ്വപ്നം ഉണ്ടാവുന്നില്ല എന്നാണ് ഞാൻ പറയുക. മറ്റതെല്ലാം വെറും ആഗ്രഹങ്ങളും സ്വപ്നങ്ങളായി കൃത്യമായി വിഷ്വലൈസേഷൻ ചെയ്യുന്ന കാര്യം മാത്രം എഴുതൂ. എനിക്ക് കണ്ടു സാറിൻ്റെ കൂടെ, ദിനേശ് സാറിൻ്റെ കൂടെ ഒരു സ്ഥലത്ത് ഇരുന്ന് സംസാരിക്കുന്നത് ഞാൻ കണ്ടു. അത് സ്വപ്നമാണ്. അങ്ങനെ സ്വപ്നമാണെങ്കിൽ ആ സ്വപ്നം എഴുതുക. അല്ലെങ്കിൽ ഞാൻ
UK ഉന്നത പഠനത്തിന് പഠിക്കാൻ പോയി എന്നുള്ള സ്വപ്നം അത് എഴുതുക. എങ്ങനെ? ഫ്ലൈറ്റ് കയറി UK പോയത്, എല്ലാ കാര്യങ്ങളും സീൻ, സെക്കൻഡ്സുകൾ കണ്ട് സീനായി മാറും അല്ലേ? നമുക്ക് വിഷ്വലൈസേഷൻ അത്രയും പവർ, സെക്കൻഡ്സുകൾ കൊണ്ട് മാറും. ഇത് എഴുതുക. ഇനി നിങ്ങൾക്ക് ഇപ്പോഴെഴുതാൻ പറ്റിയില്ല, നോ പ്രോബ്ലം, സമയമുണ്ട്, എഴുതൂ. ഇന്നും എഴുതൂ. രാത്രി കിടക്കുമ്പോൾ ആലോചിച്ച് കിടക്കൂ, എൻ്റെ സ്വപ്നം ഇന്നതല്ലേ അല്ലേ എന്ന് ആലോചിച്ച് നോക്കൂ. രാത്രി അത് നിങ്ങൾക്ക് സ്വപ്നത്തിൽ വന്നിരിക്കും. അതിനു വേണ്ടി ഉറങ്ങുക. നിങ്ങൾ ഇന്നത്തെ ദിവസം എല്ലാവരും ഉറങ്ങുമ്പോൾ നിങ്ങളുടെ സ്വപ്നത്തിന് വേണ്ടി ഉറങ്ങും. നിങ്ങൾക്ക് സ്വപ്നം ഉണ്ടാവാൻ വേണ്ടി ഉറങ്ങും. അതിനു വേണ്ടി ആവട്ടെ ഇന്നത്തെ ഉറക്കം. അപ്പൊ സ്വപ്നം കണ്ടു കഴിഞ്ഞാൽ അടുത്ത സ്റ്റെപ്പ് വെറുതെ കിട്ടില്ല. അതിന് നമ്മൾ വിശ്വസിക്കണം. ഈ സ്വപ്നം എൻ്റെ യാഥാർത്ഥ്യമാണ്. യാഥാർത്ഥ്യം എന്ന് പറഞ്ഞ് ഞാൻ പറഞ്ഞത് നിങ്ങൾ ഏതെങ്കിലും ബാഡ് സ്വപ്നം കണ്ടിട്ട് അത് വിശ്വസിക്കണമെന്നല്ല കേട്ടോ. നമ്മൾ ആ കാര്യത്തിലേക്ക് പോകുന്നേയില്ല. നാളെ വന്ന് പറയട്ടെ, സാർ ഇന്നലെ പറഞ്ഞ സ്വപ്നം കാണുമ്പോൾ ഞാൻ കണ്ടത് എന്താണ്, ഒരു മരണ വീടുന്നോ അല്ലെങ്കിൽ ഒരു പാമ്പിന്റെ, ഇങ്ങനെയൊക്കെ പല സ്വപ്നങ്ങളുണ്ട്, വെള്ളത്തിൽ വീണുന്നു. ഇതൊന്നും അല്ല കേട്ടോ, അതൊന്നും സ്വപ്നമല്ല, അതൊക്കെ വേറെ ഇല്യൂഷൻസ് ആണ്. അത് വേറെ കാര്യം. ഡ്രീം എന്ന് പറഞ്ഞാൽ മറ്റൊരു കാര്യമാണ്, ഇല്യൂഷൻസ് വേറെയാണ്. അപ്പോൾ അങ്ങനെയുള്ള കാര്യമല്ല, യഥാർത്ഥമായ സ്വപ്നം കണ്ടിട്ട് അതിനു വേണ്ടി അത് എനിക്ക് ലഭിക്കും എന്ന് പൂർണ്ണമായി നിങ്ങൾ വിശ്വസിക്കുക. എഴുതിക്കോ, നിങ്ങൾ തൊട്ടും താഴെ എഴുതി വെച്ചോളൂ. സ്വപ്നം കണ്ടു കഴിഞ്ഞാൽ അത് വിശ്വസിക്കുക. മതിയോ? നേരത്തെ അനുജിത്തിനോട് പറഞ്ഞ പോലെ സ്വപ്നം മാത്രം കണ്ടാൽ മതിയോ? വിശ്വസിച്ചാൽ മതിയോ? അധ്വാനിക്കുക, അല്ലെങ്കിൽ മലയാളത്തിൽ ആക്ഷൻ എടുക്കുക. ഷുഡ് ടേക്ക് an action for this. സ്വപ്നം വെറുതെ കൈ കിട്ടില്ല. അങ്ങനെ ഒരിക്കലും സംഭവിക്കുകയില്ല ഒരു സ്ഥലത്തും. ലോട്ടറി അടിക്കുന്നതാണ് നിങ്ങൾ സ്വപ്നം കണ്ടെങ്കിൽ പിറ്റേ ദിവസം ലോട്ടറി ടിക്കറ്റ് എടുക്കുക തന്നെ വേണം, ഇല്ലെങ്കിൽ ഒരിക്കില്ല. ആ ലോട്ടറി അടിച്ചു എഴുതിക്കോ, നോ പ്രോബ്ലം. പക്ഷെ ലോട്ടറി ടിക്കറ്റ് എടുക്കാൻ മറക്കരുത്. ആ ആക്ഷൻ എടുക്കാതെ ലോട്ടറി അടിച്ചു എന്ന് പറയരുത്. ലോട്ടറി അടിക്കുന്നത് എന്താ? ലോട്ടറിയൊക്കെ സാധാരണയല്ലേ. മാനിഫെസ്റ്റേഷനിൽ ലോട്ടറി അടിച്ച് എത്ര ആൾക്കാരുണ്ട് ലോകത്തെന്നറിയും. പക്ഷെ ഞാൻ അതല്ല പറയുന്നത്. മാനിഫെസ്റ്റേഷൻ ലോട്ടറി അടിച്ചോട്ടെ, ആ ലോട്ടറി അടിച്ച കാശ് നിങ്ങൾക്ക് ഉപയോഗിക്കാൻ അറിയാമോ? അവിടെയാണ് സമ്പത്തിന്റെ വിഷയം വരുന്നത്. അത് ഉപയോഗിക്കുന്നത്. ഓക്കെ, അതിലേക്ക് ഇപ്പം ഞാൻ പോകുന്നില്ല. രണ്ടാമത്തെ കാര്യം എന്ന് വെച്ചാൽ നിങ്ങൾ ആക്ഷൻ എടുക്കുക. ആക്ഷൻ മാത്രം എടുത്താൽ മതിയോ? ഞാൻ ഇന്ന് ഈ പറഞ്ഞ കാര്യം, ഇന്ന് രണ്ടുപേരും എന്നോട് സംസാരിച്ച കാര്യത്തിന്റെ അടിസ്ഥാനത്തിലാണ് ഇത്രയും പോയിന്റുകൾ പറയുന്നത്. അവർക്ക് വേണ്ടിയാണ്. പക്ഷെ കോയിൻസിഡൻസ് പോലെ ഇവിടെ സ്റ്റാർട്ടിങ്ങിൽ അനുജിത്തും ഇത് തന്നെ ചോദിച്ചു. കാരണം ഇവരൊക്കെ ജോലി അന്വേഷിക്കുന്നവരാണ്, ജോലി കിട്ടാനുള്ള യങ് ജനറേഷനാണ്. ആ യങ് ജനറേഷന്റെ കെയർ ഓഫിലാണ് ഞാൻ ഇന്ന് ഇത്രയും സംസാരിക്കുന്നത്. അന്ന് വെച്ചാൽ നിങ്ങൾക്ക് വേണ്ടാന്നല്ല, ഇത് 85 വയസ്സായ ആൾക്കും ഉപയോഗിക്കാവുന്ന കാര്യം തന്നെയാണ്. നിങ്ങൾ അധ്വാനിച്ചാൽ മാത്രം പോരാ. എന്താണോ എൻ്റെ സ്വപ്നം, അതിലേക്ക് എത്താനുള്ള കാര്യങ്ങൾ പഠിക്കുക തന്നെ വേണം. ലേൺ എന്ന് പറയുന്ന പ്രോസസ്സ് മറക്കരുത്. നിങ്ങൾക്ക് എന്താണോ ആഗ്രഹിച്ചത് അത് എത്തണമെങ്കിൽ, ഒരു വീടാണ് നിങ്ങൾ ആഗ്രഹിച്ചതെങ്കിൽ വീടിനെ പറ്റി നിങ്ങൾ പഠിക്കണം. എങ്ങനെ ആ വീടുണ്ടാക്കും, എന്തൊക്കെ കാര്യങ്ങൾ അതിനകത്ത് വേണം, എന്തൊക്കെ ഉപയോഗിച്ചാണ് എൻ്റെ വീട് സുന്ദരമാകുക, എന്തൊക്കെയാണ് ഞാൻ ആ കണ്ട വീടിന്റെ വിഷ്വൽ ഉണ്ടാവുന്നത് എന്നൊക്കെ പഠിക്കണം. ലേൺ ദാറ്റ് വൺ. അപ്പൊ ഒന്ന് പറഞ്ഞത് വിശ്വസിക്കുക, ആക്ഷൻ എടുക്കുക, പിന്നെ ലേൺ ഫോർ ഇറ്റ്, അറിയുക, അതെന്താണെന്ന് പഠിക്കുക, അറിയുക. ഓക്കെ, എഴുതിയല്ലോ. മൂന്നാമത്തെ കാര്യം, ഇത് മാത്രം പോരാ, അവസരങ്ങളെ തേടുക. എവിടെയാണ് ഇത് എനിക്ക് ചെയ്യാൻ പറ്റുക, ഹൗ ടു അപ്ലൈ ഇറ്റ്, അല്ലെങ്കിൽ സിറ്റുവേഷൻ, നമ്മൾ അതിന്റെ അവസരങ്ങളെ പറ്റി ആലോചിക്കുക. ജോലി വേണമെന്ന് ആഗ്രഹിച്ചു, ഞാൻ വിശ്വസിച്ചു എനിക്ക് കിട്ടുമെന്ന്, അതിനു വേണ്ടിയുള്ള പ്രവർത്തനങ്ങൾ നടത്തി, ഞാൻ പഠിച്ചു. പക്ഷേ ഒരെണ്ണം മറന്നു, എവിടെയാണ് ഇതിന് അവസരമുള്ളത് എന്ന് പറയും. എന്ന് എന്നോട് സംസാരിച്ച പേര് ഞാൻ മറന്നു. രണ്ടുപേരും ഉണ്ടെങ്കിൽ നിങ്ങൾ ശ്രദ്ധിക്കുന്ന, നേരത്തെ പറഞ്ഞ കാര്യം തന്നെയാണ്. നിങ്ങൾ എവിടെയാണ് കിട്ടുക എൻ്റെ ജോലി എന്ന് അന്വേഷിക്കണം. അനുജിത്ത്, ഫോർ യു ആൾസോ, എവിടെയാണ് എൻ്റെ ഞാൻ പഠിച്ച കാര്യങ്ങൾ ഉപയോഗിക്കാൻ, എനിക്കറിയുന്ന കാര്യങ്ങൾ ഉപയോഗിക്കാൻ പറ്റുക എന്ന് അന്വേഷിക്കണം. അല്ലാതെ നടക്കില്ല. മൂന്നാമത്തെ കാര്യം എന്ന് പറഞ്ഞാൽ, അഞ്ചാമത്തെ കാര്യം എന്ന് പറയുന്നത്, മുന്നേ പോയവരിൽ നിന്നും പ്രചോദനങ്ങൾ ഉൾക്കൊള്ളണം. ലേൺ ഫ്രം അതേഴ്സ്. കാരണം ഒരു വീടുണ്ടാക്കി, നിങ്ങൾ ഡ്രീം ഉണ്ടായി, വീട്, ഞാൻ ഉദാഹരണം പറയാം, വീടാണ് നിങ്ങൾ സ്വപ്നം കണ്ടത്, വീടുണ്ടാക്കി,
വീടിനെ പറ്റി നിങ്ങൾ സ്വപ്നം കണ്ടു, വീടിനെ പറ്റി പഠിച്ചു. പക്ഷേ മുമ്പേ വീട് വെച്ച ആൾക്കാരുടെ അനുഭവങ്ങൾ നിങ്ങൾ പഠിച്ചില്ലെങ്കിൽ, അവർ എങ്ങനെ ഇത് ചെയ്തു എന്ന് പഠിച്ചില്ലെങ്കിൽ നിങ്ങൾക്ക് നല്ലൊരു വീടുണ്ടാക്കാൻ സാധിക്കില്ല. എന്തുകൊണ്ടാണ്? നമ്മളുടെ ലിമിറ്റഡ് അറിവായിരിക്കും. നമ്മളെ പ്രാക്ടിക്കൽ എക്സ്പീരിയൻസ് വേറെയാണ്, തിയററ്റിക്കൽ എക്സ്പീരിയൻസ് വേറെയാണ്. പഠിച്ചതുകൊണ്ട് മാത്രം കാര്യമില്ല. ആ വീട് മറ്റു വീടുകൾ കാണണം, അവിടെ എന്താ ചെയ്തെന്ന് നോക്കണം, എങ്കിൽ മാത്രമേ നല്ലൊരു വീടാവുള്ളൂ. പക്ഷെ ഇന്ന് ആരെന്താ ചെയ്യുന്നത്? എനിക്കൊരു വീട് വേണമെന്ന് മാത്രം കോൺട്രാക്ടറോട് പറഞ്ഞു. ഞാൻ വീട്ടിലേക്ക് പോകുന്നില്ല. ഇത് വീടിനല്ല ഞാൻ പറഞ്ഞത്. അതുപോലെ എല്ലാ സ്ഥലത്തും നമ്മൾ ഇപ്പോൾ ഒരു ജോലിയാണ് വേണ്ടതെങ്കിൽ ആ ജോലിയിൽ മുമ്പേ ജോലി ചെയ്ത ആൾക്കാരുടെ ജീവിതത്തെ പഠിക്കണം, ഇൻസ്പിറേഷൻ എടുക്കണം, അതിൽ നിന്ന് മനസ്സിലാക്കിയെടുക്കണം. എങ്കിൽ മാത്രമേ നമുക്ക് പറ്റുള്ളൂ. അപ്പൊ സ്വപ്നങ്ങൾ കാണുക, അവ യാഥാർത്ഥ്യമാക്കാൻ ശ്രമിക്കുക. അത് നിങ്ങളുടെ ജീവിതത്തെ കൂടുതൽ അർത്ഥവത്താക്കും എന്ന് മാത്രം പറഞ്ഞുകൊണ്ട് ഇന്ന് ഞാൻ ഉപസംഹരിക്കുന്നു. കാരണം സ്വപ്നങ്ങളെ പറ്റി പറയാൻ തോന്നിക്കഴിഞ്ഞാൽ അല്ലേ, നെവർ എൻഡ്. എനിക്കൊക്കെ സ്വപ്നങ്ങൾ പറഞ്ഞു തീരാൻ പറ്റില്ല. എൻ്റെ ഏറ്റവും വലിയ സ്വപ്നം എന്താണെന്ന് നിങ്ങൾക്കറിയോ? ആരെങ്കിലും വിചാരിച്ചിട്ടുണ്ടോ? ഞാൻ ഇന്നലെ എന്നെ പരിചയപ്പെടുത്തുമ്പോൾ പറഞ്ഞതാണ് അല്ലേ. എൻ്റെ ഏറ്റവും വലിയ സ്വപ്നം പറഞ്ഞാൽ ചിലപ്പോൾ മണിക്കൂറുകൾ പറയേണ്ടി വരും, പക്ഷെ എന്നാലും സിമ്പിളായിട്ട് പറയാം. എൻ്റെ ജീവിതത്തിൻ്റെ എൻ്റെ ഏറ്റവും അടുത്ത എൻ്റെ പങ്കാളി എന്ന് പറയുന്നത് എൻ്റെ ഡ്രീംസ് ആണ്. അത് ഓരോ നിമിഷവും മിന്നി മറിഞ്ഞുകൊണ്ടേയിരിക്കും എൻ്റെ ജീവിതത്തിൽ. ഏതാണ്? ഒരേ സാധനം മിന്നി മറിഞ്ഞുകൊണ്ടിരിക്കും. മാറ്റമുണ്ടാകുന്ന അവിടെയുള്ള ലൈറ്റിങ്ങിനും ഞാൻ ഇട്ടിരിക്കുന്ന ഡ്രസ്സിനും മാത്രമേ ഉള്ളൂ. ചിലപ്പോൾ ഞാൻ പോയി ഇറങ്ങുന്ന കാറിനുമാണ് അല്ലെങ്കിൽ ഹെലികോപ്റ്ററുമാണ് മാറ്റമുണ്ടാകുന്നത്. ബാക്കിയൊക്കെ ഓൾമോസ്റ്റ് സെയിമാണ്. ഓഡിയൻസ് സെയിമാണ്, മറ്റൊന്നാണ്. ഇത്രയും ക്ലിയർ ആയിട്ടുള്ള പിക്ചറാണ് എൻ്റെ മനസ്സിൽ. ഞാൻ മെഡിറ്റേഷനൊക്കെ ചെയ്യുമ്പോൾ അത്രയും നന്നായിട്ട് എനിക്ക് കാണാൻ പറ്റുന്ന പിക്ചറാണ്. അപ്പോൾ എൻ്റെ പ്രധാനമായി എൻ്റെ ലക്ഷ്യം അല്ലെങ്കിൽ എന്നെ പ്രചോദിപ്പിക്കുന്ന കാര്യം എന്ന് പറയുന്നത് നിങ്ങളെപ്പോലുള്ള ലക്ഷക്കണക്കിന് ആൾക്കാരുടെ ഇടയിലെത്തുക, അവർക്ക് പ്രചോദനമാകുക, അവർക്ക് വേണ്ടി ജീവിക്കുക, അവർക്ക് വേണ്ടി എന്തെങ്കിലും നൽകുക, അതിനു വേണ്ടി ഞാൻ സ്വയം ഉയർന്നുകൊണ്ടേയിരിക്കുക, വഴി കാണിച്ചു കൊടുക്കുക, അതിലൂടെ ഞാനും ഉയരുക, പുതിയ പുതിയ തലങ്ങൾ പഠിക്കുക, അതിൽ ലക്ഷ്യത്തിലെത്താൻ ആൾക്കാരെ പ്രചോദിപ്പിക്കുക. അങ്ങനെ നിൽക്കുമ്പോൾ നിങ്ങളെല്ലാവരും എനിക്ക് നൽകുന്ന ഒരു സ്നേഹമുണ്ടല്ലോ, ആ നിങ്ങളുടെയൊക്കെ മനസ്സിലൊരു ഉയർന്ന പുഞ്ചിരി ഉണ്ടല്ലോ, അതാണ് എൻ്റെ ഏറ്റവും വലിയ സ്വപ്നം എന്ന് പറയുന്നത്. ആ സ്വപ്നത്തിന് പിറകെയാണ് ഞാൻ. അത് ഞാൻ നേടുക തന്നെ ചെയ്യും, യാതൊരു തർക്കവുമില്ല. അതിന് ഇതിൻ്റെതായ സമയത്ത് വരാൻ സർവേശ്വരനാണ് തീരുമാനിക്കേണ്ടത്. എന്ന് വരണമെങ്കിൽ അത് കിട്ടും എന്നതിന് യാതൊരു തർക്കവും എനിക്കില്ല. അപ്പോൾ സ്വപ്ന സാക്ഷാത്കാരം അല്ലെ ലോകമെമ്പാടുമുള്ള ആയിരക്കണക്കിന് ആൾക്കാരെ, ഇറ്റലിയിലായാലും ലണ്ടനിലായാലും US ആയാലും അമേരിക്ക ആയാലും എല്ലാ ലോകത്തും. എനിക്ക് കഴിഞ്ഞ പ്രാവശ്യം ഈജിപ്തിൽ നിന്ന് ഒരാൾ മെസ്സേജ് അയച്ചു. ഷീ ഡോണ്ട് നോ ആക്ച്വലി മലയാളം, പക്ഷെ ട്രാൻസ്ലേഷൻ എടുത്തിട്ടാണ് മെസ്സേജ്. ഞാൻ വണ്ടറായിപ്പോയി, കാരണം ഈജിപ്റ്റ് പോലുള്ള രാജ്യത്തിന് അയക്കുക എന്ന് പറഞ്ഞാൽ. പുള്ളി പറഞ്ഞു, സി ഐ അണ്ടർസ്റ്റാൻഡ് വാട്ട് യു സേയിങ് but not clearly. Can you make it in Arabic? It's not. എനിക്കത് അത്ര കണ്ട അറബി ഫ്ലുവൻ്റ് അല്ല. ഞാനിങ്ങനെ കഞ്ഞി കുടിക്കാനുള്ള അറബി മാത്രമേ പഠിച്ചു വെച്ചിട്ടുള്ളൂ. എന്നാലും വിവിധ ഭാഷകളിലേക്ക് നമ്മൾ എത്തും താമസിയാതെ. ദാറ്റ് ഈസ് ഷുവർ. ഇത് ഇവിടെ ഒന്ന് സെറ്റായി കഴിഞ്ഞാൽ ഇംഗ്ലീഷ് സ്റ്റാർട്ട് ചെയ്യും, ഹിന്ദി സ്റ്റാർട്ട് ചെയ്യും. ഇതെനിക്ക് ഫ്ലുവൻ്റ് ആണ്. കന്നഡ പിന്നെ എൻ്റെ ലാംഗ്വേജ് ആണ്, അതുകൊണ്ട് എനിക്ക് ഫ്ലുവൻ്റ് ആവും, പ്രശ്നമില്ല. അപ്പോൾ ലോകമെമ്പാടുമുള്ള ആയിരക്കണക്കിന് ആൾക്കാരിൽ എത്തുന്നതാണ് എൻ്റെ സ്വപ്നം. നിങ്ങളുടെ സ്വപ്നം പറയും. ഇപ്പോൾ ടൈപ്പ് ചെയ്യാം നിങ്ങളുടെ സ്വപ്നം. ഒന്നുകൂടി തിരുത്താനുള്ളവർ തിരുത്താം. നിങ്ങളുടെ ഒറ്റ സ്വപ്നം പറയുക, അതിന് ശരിക്കും വിഷ്വലൈസ് ചെയ്യുക. നിങ്ങൾ എത്തുന്നത് ആ വലിയൊരു മൈതാനത്തിലേക്ക് ഹെലികോപ്റ്ററിൽ പോയി ഇറങ്ങി, അതിലൂടെ ഒരു നല്ല കാറിൽ പോയി ഓഡിയൻസിലേക്ക് പോകുന്ന ആ ഒരു സീൻ, അത് ആണ് ജീവിത ലക്ഷ്യം. ഞാനത് പറയുന്നില്ല, ജസ്റ്റ് നിങ്ങളുടെ ഇൻസ്പിറേഷന് വേണ്ടി പറയാണ്. എല്ലാവരും ഹാപ്പിയാണ്, ക്ലിയർ ആണ്, സെറ്റ് ചെയ്യുക. ചെറിയ യങ് ജനറേഷനോട് പറയാനുള്ള കാര്യം, ജോലിക്ക് അന്വേഷിക്കുന്നവരും ജോലി ചെയ്യാൻ തുടങ്ങിയമായിട്ടുള്ള യങ് ജനറേഷൻ ഒരുപാട് ആൾക്കാർ ഇപ്പോൾ ഇതിലുണ്ട്. അവരോട് പറയാനുള്ള കാര്യം, ചേസ് യുവർ ഡ്രീം, ഡോണ്ട് ലീവ് ഇറ്റ്. എത്ര വയസ്സായാലും എത്ര കാര്യമായാലും സ്വപ്നത്തിന് പിറകെ പോവുക, സ്വപ്നമുണ്ടാക്കുക, സ്വപ്നത്തിന് പിറകുക. നിങ്ങൾക്ക് വിജയം ഉറപ്പാണ്. ഇന്നല്ലെങ്കിൽ നാളെ അത് സംഭവിച്ചിരിക്കും. ദ ടൈം വിൽ കം ഫോർ യു. ഓക്കെ, താങ്ക് യു. ആർക്കെങ്കിലും പറയാണ്ടോ? നേരത്തെ പറഞ്ഞ പോലെ നിങ്ങൾക്ക് ആർക്കെങ്കിലും കോഴ്സിനുണ്ടെങ്കിൽ ജോയിൻ ചെയ്തോളൂ. ഇപ്പൊ തന്നെ അഡ്മിൻ വേണമെങ്കിൽ ജി പേ ആണല്ലോ ഞാൻ പറഞ്ഞത്. ജി പേ നമ്പർ പറഞ്ഞല്ലോ നേരത്തെ സലീം. ഓക്കെ, ഞാൻ
റെക്കോർഡിംഗ് സ്റ്റോപ്പ് ചെയ്യാണ്. നമുക്ക് ഫർദർ എന്തെങ്കിലും ഡിസ്കഷനിൽ പോകാം. 1 മിനിറ്റ്. ഓക്കെ, താങ്ക് യു ഓൾ. യൂട്യൂബ് വീഡിയോ ഇരുന്നവരോട് മിനിയാന്ത് നിങ്ങളെ കമന്റ് എല്ലാം ഞങ്ങൾ എടുത്തു വെച്ചിട്ടുണ്ട്. 2 ദിവസം കഴിഞ്ഞ് നാട്ടിൽ വന്നു കഴിഞ്ഞാൽ നിങ്ങൾക്ക് അഡ്രസ്സ് എഴുതി ഞാൻ ബുക്ക് പോസ്റ്റ് ചെയ്യുന്നതായിരിക്കും. കിട്ടിക്കഴിഞ്ഞാൽ നിങ്ങൾ ഒരു കമന്റും കൂടി അവിടെ ഇടുക, എല്ലാവർക്കും ലഭിക്കും. ഇനി ചാൻസ് ഉണ്ടോ എന്ന് ചോദിച്ചാൽ നിങ്ങൾക്ക് വേണമെങ്കിൽ 1 ദിവസം കൂടി ഇട്ടോളൂ, നിങ്ങൾക്ക് വേണമെങ്കിൽ ഇവിടെ നിന്നുള്ളവർക്ക് പോയി ഇട്ടോളൂ. ആ വീഡിയോന്റെ താഴെ ഇടണം കമന്റ്, നോക്കിയിട്ട് ഞാൻ ബുക്ക് അയക്കാം. ഓക്കെ, നിങ്ങൾ വിജയിച്ച അതിൽ സമ്മാന അർഹരായ എല്ലാവരെയും ഞങ്ങൾ നോട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട്. എനിക്ക് തോന്നുന്നു അഡ്മിൻ അവരുമായിട്ട് കോൺടാക്ട് ചെയ്തിട്ടുണ്ട് അഡ്രസ്സിന് വേണ്ടി തോന്നുന്നു. ഇല്ലെങ്കിൽ വീണ്ടും ചെയ്യുന്നതായിരിക്കും, ഒന്നുകൂടി ചെക്ക് ചെയ്തിട്ട്. അപ്പോൾ താങ്ക് യു. നിങ്ങൾ യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്, നോട്ടിഫിക്കേഷൻ അയക്കാൻ മറക്കരുത്. കാരണം വീഡിയോ നന്നായിട്ട് പോകുന്നുണ്ട്, അതുകൊണ്ട് സബ്സ്ക്രിപ്ഷൻ കുറവാണ്, മറക്കരുത്. എന്നെ കൂടെ ചേർത്ത് നിർത്താൻ നിങ്ങൾക്ക് ആഗ്രഹമുണ്ടെങ്കിൽ നോട്ടിഫിക്കേഷൻ അയക്കണം.